better. വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. അതിന് കാരണം ഒരൊറ്റ ഒരാളാണ്, ആശാൻ. We are very very happy to welcome all of you to an amazing evening. Guppy Cinemas in association with Wayfarer Films presents Ashaan, a John Paul George film. നല്ലൊരു ഐഡിയ ആവാം, ബിക്കോസ് നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാർ ഒരുമിക്കുകയാണ് വളരെ യുണീക്കായ ഒരു കോൺസെപ്റ്റുമായി. ആശാൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ ഒക്കെ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ടിവിയിലും ഒക്കെ കണ്ടുകൊണ്ടും കേട്ടോണ്ടും ഇരിക്കുകയാണ്. അതിനെക്കാട്ടും കൂടുതൽ കേട്ടോണ്ടിരിക്കുന്നത് അതിന്റെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയ പാട്ടാണ്. അതിനുവേണ്ടി ഒരു കൈയടി ഇറങ്ങിയില്ല, അപ്പൊ തന്നെ ട്രെൻഡിംഗ് ആയി സൂപ്പർ ഹിറ്റ് ആയി. അതാണ് ഈ സിനിമയുടെ ഒരു ടീസർ, അതിനൊരു ചെറിയൊരു സ്നീക്ക് പീക്ക്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ സിനിമയിൽ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഹിന്റ് മാത്രമാണ് ആ ഗാനത്തിലൂടെ ലഭിക്കുന്നത്. What a lovely lovely beautiful song. Well, ആശാൻ എന്ന് പറയുന്ന ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അവർ തന്നെ പറയുന്നുണ്ട്, ഇതൊരു സിനിമയുടെ ഉള്ളിലെ ഒരു സിനിമയുടെ കഥയാണ്. പക്ഷെ അങ്ങനത്തെ സിനിമകൾ നമ്മൾ കുറച്ച് കണ്ടിട്ടുണ്ട് അല്ലേ? But what makes ആശാൻ special is ഇത് സിനിമയിലെ ഉള്ളിലെ സിനിമ മാത്രമല്ല, സിനിമാക്കാരുള്ള സിനിമയാണ്. സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ആ സിനിമാക്കാരെല്ലാം ഈ സിനിമയിൽ അഭിനയിക്കുന്നു, അവർ തന്നെയായി അഭിനയിക്കുന്നു, അവർ ഡബ് ചെയ്യുന്നു. സോ വളരെ ഡിഫറെന്റ് ആയ സിനിമ എന്ന് പറഞ്ഞ മേഖലയുടെ ഒരു ട്രൂ ബ്ലൂ സെലിബ്രേഷൻ ആണ് ആശാൻ എന്ന സിനിമ. ആൻഡ് ആ സിനിമയുടെ ഭാഗമായി പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ മനോഹരമായ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഞാൻ രഞ്ജനി ഹരിദാസ് വിചാരിക്കുന്നു. ഓക്കെ, സോ ഈ ആശാൻ എന്ന സിനിമയെ കുറിച്ച് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ആരൊക്കെ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്? കൈ ഒന്ന് നോക്കാവോ? ആ സ്പോട്ട്ലൈറ്റിന്റെ കടലായതുകൊണ്ട് കാണാൻ പറ്റില്ല. യാ, ഓക്കെ, റൈറ്റ്. സോ ഒബ്വിയസ്ലി ഇത്രയും അധികം ആൾക്കാർ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വാട്ട് മേക്സ് ആശാൻ സ്പെഷ്യൽ ഈസ് ദാറ്റ് ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഇതിന്റെ കൂടെ അടുത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ വളരെ പാഷനറ്റ് ആയിട്ട് വർക്ക് ചെയ്തൊരു പ്രോജക്റ്റ് ആണ്. ആൻഡ് വി തോട്ട്, വെൽ, ഒരു പോസ്റ്റർ ലോഞ്ച് റിവീലൊക്കെ നടക്കാൻ പോവാണ്, വളരെ സ്പെഷ്യലായി ഡിഫറെന്റ് ആയിട്ട് നമുക്കൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കിയാലോ എന്ന്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ റൈറ്റ് നൗ. എന്റെ കൂടെ ഇന്ന് ഈ ഒരു ചടങ്ങിൽ കോ ഹോസ്റ്റ് ആയിട്ട് ഒരാൾ എത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയ ഒരു വ്യക്തിയാണ്. ആൻഡ് ദാറ്റ് ഈസ് ജിനു ബെൻ. ഈ സിനിമയുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊരു പദവിയിലും ജിനു എത്തുന്നു. അപ്പം വെരി വെരി ഹാപ്പി. പക്ഷെ ജിനുവിനെ ഓൾറെഡി നമ്മൾക്ക് പരിചയമുണ്ട് നിരവധി സിനിമയിൽ കുള്ളനായിട്ട്, നിരവധിയില്ല, ഒരു സിനിമയിൽ കുള്ളനായിട്ട്, പിന്നെ വില്ലനായിട്ട്. ഇപ്പൊ ഇതാ മറ്റൊരു വേഷം. എനിക്ക് പറയാനാണോ നീ മയക്കം പിടിച്ച് വന്നത് സ്റ്റേജിൽ? രഞ്ജിനിയുടെ വില്ലനാകാനല്ല, ജിനു, ഞങ്ങൾക്ക് വളരെ ക്യൂരിയോസിറ്റി ഉണ്ട് ആശാൻ എന്ന സിനിമയെ കുറിച്ച്. നമ്മൾ പോസ്റ്റർ കണ്ടു, ശോഭിച്ചേട്ടനുണ്ട്, വി ആർ സീയിങ് ബിപിൻ, ജോമോനുണ്ട്, കനകമുണ്ട്, അതിന് സോ മെനി ഫാന്റാസ്റ്റിക് ആക്ടേഴ്സ്. അത് മാത്രമല്ല സിനിമയിലെ കുറെ ആൾക്കാർ ഇതിന് മുന്നിൽ എത്തുകയാണ്. പക്ഷെ എന്താണ് ഇതിനുള്ളിൽ ശരിക്കും നടക്കുന്നത്? അത് പറഞ്ഞാൽ പിന്നെ ജോൺ പോൾ ജോർജ് എവിടെയാണോ ഇരിക്കുന്നത്, ഈ സ്റ്റേജിൽ തന്നെ ഞാൻ നിൽക്കേണ്ടി വരും. എങ്കിലും രഞ്ജി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാം, ഞാൻ കൈയടിക്കാൻ കുറച്ച് പേരെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആരും കഴിച്ചിട്ടില്ല. ഇല്ല, താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് പ്രോത്സാഹനം നല്ലതാണ്. കാരണം രഞ്ജിനിയോട് പിടിച്ചു നിൽക്കണമെങ്കിൽ ആ ഒരു ഭാഗത്ത് കൈയടിയെങ്കിലും ഉണ്ടാവണം. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഓൾറെഡി അറിയാം, നല്ലൊരു ശതമാനം ആളുകളും നമ്മുടെ സിനിമയിൽ അഭിനയിച്ചവർ തന്നെയാണ് ഇരിക്കുന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഒരു നല്ല സിനിമ. പിന്നെ ജോൺ പോളിന്റെ സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഫൺ റൈഡ് മാത്രമല്ല, സിനിമയ്ക്കുള്ളിലെ തമാശകൾ മാത്രമല്ല. എനിക്ക് ഉറപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ഇതിനു മുമ്പുള്ള ഗപ്പിയാണെങ്കിലും അമ്പിളിയാണെങ്കിലും ഒക്കെ നമ്മുടെ കണ്ണ് നനഞ്ഞ ചില നിമിഷങ്ങളുണ്ടാവില്ലേ, അത് ഈ സിനിമയിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും അധികം ചിന്തിക്കാതെ പോയ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രമേയം ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ കാതൽ എന്ന് ഞാൻ പറയുന്നത്. സിനിമ ഷൂട്ടിങ്ങും ആ ഒരു പ്രമേയം കൂടെ വരുമ്പോൾ ആണ് ശരിക്കും പറഞ്ഞ ആശാൻ. ഡ്രാമയുണ്ട്, കോമഡി ഉണ്ട്, അതിനുള്ളിൽ ഒരു കഥയുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമുണ്ട്. സോ ബേസിക്കലി ജോൺ പോളിനെ കുറിച്ച് പറയുന്ന പോലെ അദ്ദേഹം ചെയ്യുന്ന സിനിമകളെല്ലാം നല്ലതാണ്, നല്ല പേരുള്ളതാണ്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിൽ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ ഇത് ഒരു ഫീൽ ഗുഡ് സിനിമ. ജോണിന്റെ വാക്കുകളിൽ ഇതൊരു ഡ്രാമഡിയാണ്. ഡ്രാമ ആൻഡ് കോമഡി, ഡ്രാമഡി. അപ്പൊ എന്തായാലും ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു സംഭവം നടക്കാൻ പോവാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പിനകത്ത് കയറുന്നത്. അത് സിനിമയാണെങ്കിലും ശരി, ഇതിൻ്റെ അകത്താണെങ്കിലും ശരി, അതിനൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ രഞ്ജിനി പറഞ്ഞിട്ട് 150-150ഓളം ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ സിനിമയിലുണ്ടെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ
അതിൽ നല്ലൊരു ശതമാനം ആളുകളും വർഷങ്ങളായിട്ട് സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചതാണ്. അവരുടെയൊക്കെ വീട്ടിലും കൂട്ടുകാരും ഒക്കെ ചോദിക്കും, നീ സത്യത്തിൽ സിനിമയിലാണോ ജോലി എന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് തെളിയിക്കാൻ പലർക്കും സാധിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു സിനിമയിലൂടെ ഒരുപാട് പേർക്ക് അഭിമാനത്തോട് പറയാം, ഞാൻ സിനിമയിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം പലപ്പോഴും ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴാണ് ഒരാൾ ശരിക്കും സിനിമയിലാണോ വർക്ക് ചെയ്യുന്നത് മനസ്സിലാവുന്നത്, ഒരു ആക്ടർ അല്ലാത്ത വേറൊരാൾക്ക്. അങ്ങനെ അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ നിന്നും നമ്മുടെ ഈ ആശാനിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു 5 ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിന് നമ്മളൊരു റെഡ് കാർപ്പറ്റ് അവിടെ റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് വരും. ഇനി അടുത്തൊരു 20-25 മിനിറ്റ് ഇവിടെ വരാൻ പോകുന്നത് ശോഭി തിലകനല്ല, ഇന്ദ്രൻ സേട്ടനല്ല, ജോമോനല്ല. വരാൻ പോകുന്നത് KRS എന്ന് പറയുന്ന ഒരു വലിയ ഡയറക്ടറാണ്, അനന്തനാണ്, അല്ലെങ്കിൽ ആശാനാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ അവിടെ റെഡ് കാർപ്പറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. I think with your permission I should be leaving the space. Absolutely. മറ്റൊരു അമേസിംഗ് ആയ ഒരു കാര്യം കൂടി വേദിയിൽ നടക്കാൻ പോകുന്നുണ്ട്. അത് ഞാൻ പറയാം. നമ്മുടെ ഈ ഒരു അവതാരകൻ പുറത്തേക്ക് പോവുകയാണ് റെഡ് കാർപ്പറ്റിലേക്ക്. ഞാൻ ബാക്കി കഥ പറയാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു ആശാൻ എന്ന ഈ ഒരു സിനിമയിലെ കഥാപാത്രങ്ങളെ ലൈവ് ജസ്റ്റ് ചെയ്യൂ. എക്സാക്ട്ലി. ഓരോരുത്തരായിട്ട് ഞാൻ അകത്തേക്ക് കയറ്റി വിടുന്നത്. ജിനുക്ക് നല്ലൊരു കാര്യം എടുത്തേ. ജിനു ഓരോരുത്തരെയും ഇവിടെ പറഞ്ഞു വിടുമ്പം ഇവിടെ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് നടക്കാൻ പോവാണ്. സോ അവരിവിടെ വരുന്നു, റാമ്പിൽ നടക്കുന്നു, തിരിച്ച് ഇവിടെ വരുന്നു, ഇവിടെ ലൈവ് ആയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. എന്തിനാണ് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ഈ ഫോട്ടോഷൂട്ട് ഒക്കെ സ്റ്റേജ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതൊരു റീസൺ ഉണ്ട്. ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഇവിടെ ട്രൈ ചെയ്യുന്നത്. ഈ ലൈവ് ഫോട്ടോ എടുത്തതിന് ശേഷം ഉടനെ തന്നെ ഇൻ ദ നെക്സ്റ്റ് അവർ അത് എഡിറ്റ് ചെയ്ത് നമ്മുടെ ആശാൻ എന്ന സിനിമയുടെ ഒരു ലൈവ് പോസ്റ്റർ റിലീസ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് എ റിയലി ഇൻട്രസ്റ്റിംഗ് നോവൽ ഐഡിയ. കുറെ അധികം സിനിമാക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ബുദ്ധിയിൽ വരുന്ന ഈ എക്സാംപിളറി ആയിട്ടുള്ള ഐഡിയ നമ്മൾക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ ഐ എം വെരി എക്സൈറ്റഡ്. നന്നായി കഴിച്ചോളൂ, നല്ല ഐഡിയ ആണ്. നിങ്ങളെല്ലാം അവിടെ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ലെന്നറിയാം. KRS മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സംവിധായകരുടെ ഒരാളാണ്. ഞങ്ങളുടെ ഈ പരിപാടിക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എനിക്ക് സന്തോഷം. സാറ് കഴിഞ്ഞ നമ്മൾ ചിന്തിക്കുന്ന ഒരു ഹിറ്റ് മേക്കർ എന്ന് പറഞ്ഞാൽ അത് KRS സാർ തന്നെയാണ്. പക്ഷേ എങ്കിലും ചോദിക്കുന്നതുകൊണ്ട് തോന്നുന്നത് കഴിഞ്ഞൊരു 3-4 സിനിമകൾ സാറിൻ്റെ വർക്ക് ആയില്ല എന്ന് പറഞ്ഞ് വീട്ടിലൊക്കെ നമ്മൾ മീഡിയയിലൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസുകൾ കണ്ടിട്ടുണ്ട്. അതിനെ പറ്റി സാറിൻ്റെ കാര്യം ഞാൻ ആശാൻ അത് ഈ ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റർമാരെ എല്ലാ കളിക്കും സെഞ്ചുറി അടിക്കാൻ പറ്റും. ചിലപ്പോൾ ഡെക്കാരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ സെഞ്ചുറി അടിക്കും. എല്ലാ കളിക്കും സെഞ്ചുറി അടിക്കാന്നുള്ളതാണ്. അല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് 3 കളിയൊക്കെ അടുപ്പിച്ച് തക്കാവുന്നതാണെന്നുള്ളത് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. സാർ ഞാൻ വേറെ ചോദിച്ചോട്ടെ, സാർ ഇപ്പോൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോകാണെന്നൊക്കെ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയാം. അടുത്തൊരു സിനിമ ചെയ്യാൻ പോകണം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ല, അതിനെക്കുറിച്ചിപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, എൻ്റെ കഴിഞ്ഞ കുറച്ച് പടങ്ങൾ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണിത്. അപ്പോൾ അതിനുവേണ്ട ചേരുവകളെല്ലാം പുതിയ സിനിമയിലുണ്ടാകും. സാർ അത് കുറേ നാളായി ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഉടനെ ഉണ്ടാവില്ല സാർ, അത് ഡിലേ എന്താണെന്നുള്ളത്? അത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർമാരെല്ലാം വലിയ വലിയ ഹിറ്റ് ഡയറക്ടേഴ്സിന്റെ പുറകെയാണല്ലോ. എൻ്റെ 3-4 പടങ്ങൾ ടോപ്പായതുകൊണ്ട് പ്രൊഡ്യൂസർമാർ എൻ്റെ പുറകെ വരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ചോദിച്ചു. സാർ സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും. പുതിയ ടെക്നീഷ്യൻസ് ഒക്കെ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് അല്ല സാർ, പുതിയൊരു ടീമിനായിട്ട് നോക്കണം. തീർച്ചയായിട്ടും ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പുതിയ ടെക്നീഷ്യൻസിനെയൊക്കെ വെച്ചൊന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഒരു പുതിയ സംരംഭമായിട്ട് പറയുന്നത്. സാർ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഒരു വിജയാശംസകൾ നേരുന്നു. സാർ നമ്മുടെ ആശാൻ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടക്കുകയാണ്. സ്റ്റേജിലേക്ക് താങ്കൾക്ക് നടന്ന് ഓക്കെ, താങ്ക് യു സോ മച്ച്.
KRS ശേഷം ആരാണ് വരുന്നത് നോക്കാം. ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആക്ടേഴ്സ് അമ്പാടി. ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ ലൈറ്റ് ഓഫീസറായിട്ടാണ്. ലൈറ്റ് ഓഫീസർ, ലൈറ്റ് ബോയ് അല്ല, ലൈറ്റ് ബോയ് അല്ല, ഇപ്പോൾ ലൈറ്റ് ഓഫീസർ. ലൈറ്റ് ഓഫീസർ. സോറി. താങ്കളുടെ ആരോടെ വർക്ക് ചെയ്തുകൊണ്ടെന്നൊക്കെയാണ്? KRS സാറിൻ്റെ യൂണിറ്റ് ചെഫ് എൻ്റെ മാമനാണ്. ഓ, മാമനാണ്. മാമൻ്റെ കോട്ടയം ഏരിയയാണല്ലേ. പക്ഷെ നിങ്ങളെ പറ്റി ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരുപാട് കംപ്ലൈൻറ്റ് കേട്ടിട്ടുണ്ട്. ഒന്നും സമയത്ത് വരില്ല, വന്നാൽ തന്നെ ആളെ കാണില്ല. ഇതിനുള്ള ഉത്തരം പറഞ്ഞിട്ട് ഞാൻ പോയാൽ അല്ല, അതന്നെയല്ല, ചെറിയൊരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പോകുന്നതാണ്, അല്ലാതെ കുഴപ്പമൊന്നുമല്ല. ഓ, പക്ഷെ നിങ്ങൾ സമയത്തിന് വരാറില്ലെന്നുള്ള കാര്യം ഞങ്ങളില്ല. കുശുമ്പുണ്ടായിരുന്നു പറയുന്നത്. പക്ഷെ എന്നോട് ഈ ഒരു കംപ്ലൈൻറ്റ് ഞങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഇതെന്നെ വന്ന സ്ഥിതിക്ക് KRS സാറിനെ അറിയാൻ പറ്റും. അതായത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റേജിൽ കയറി എല്ലാവരും ഒന്ന് കൈ കാണിച്ചിട്ട് പോകാം. റെഡിയാണ്? ആ പേരെന്താ നമുക്ക്? അമ്പാടി. എന്നാൽ വേണമെങ്കിൽ ഒന്ന് സ്റ്റേജിൽ കയറി നോക്കിയാലോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് പേര് നിങ്ങളെ കണ്ടുകൊണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന്. ആദ്യമായിട്ടാണ് യൂണിറ്റ് ഓഫീസറായിട്ടുള്ള ഞാൻ ഇങ്ങനെയൊക്കെ വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂണിറ്റ് ഓഫീസറെ ഇന്റർവ്യൂ ചെയ്തത്. സന്തോഷം. ഓടി ഓടി. രണ്ടുപേരും നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് വന്നു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് വരികയാണ്. സൂപ്പർ സ്റ്റാർ കരൺ ജോൺ. നമസ്കാരം സർ. നമസ്കാരം സർ. ഈ റെഡ് കാർപ്പറ്റ് എനിക്ക് ശബ്ദം പോലും വരുന്നില്ല സർ. ഒരുപാട് സന്തോഷം. ശബ്ദം കുറച്ച് തന്നാൽ മതി. സാറിന്റെ ആ ഒരു ഗ്ലാമർ, ആ ഒരു വേ യു ഡ്രസ്, വേ യു സ്മൈൽ, ഇതൊക്കെ ഭയങ്കര ആരാധകരാണ് സർ. താങ്ക് യു. സാറിന്റെ കഴിഞ്ഞ ഒരു 3-4 സിനിമകൾ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആണെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. എന്ത് ചെയ്യാനാ സർ? കേട്ടില്ല പൊട്ടിയത് സർ. ഇതായിരുന്നു സർ? ശിങ്കാരി. ശിങ്കാരി. ശിങ്കാരിയാണ് സാറിന് കണ്ണാടികൾ സപ്ലൈ ചെയ്യുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശരിയാണ് സർ. സാർ, അടുത്ത് ഇനിയിപ്പോൾ KRS സാറിന്റെ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ പോവാണെന്ന് ഞങ്ങൾ കേട്ടു. അതിനെക്കുറിച്ചൊന്നും പറയാമോ സാർ? കഥ കേട്ടു. KRSന്റെ ഒരു ആഗ്രഹമല്ലേ ചെയ്ത കഥ വെച്ചു. KRS ഞങ്ങളോട് തിരിച്ചാണ് പറഞ്ഞത്. ചോദിച്ച ചോദ്യങ്ങൾ എഴുതി കൊടുത്തു. സോറി, എഴുതി കൊടുത്ത ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. സാർ ക്ഷമിക്കണം സാർ. നമ്മൾ എന്തായാലും നമ്മുടെ റെഡ് കാർപ്പറ്റ് സാർ വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് അവിടെ ഒരു വലിയ സ്റ്റേജ് ഉണ്ട്. ഒരുപാട് പേര് അവിടെ സാറിനെ കാണാൻ കാത്തിരിക്കുന്നുണ്ട്. സാർ ഞങ്ങൾക്ക് വേണ്ടി സാർ ചെയ്താൽ ഞങ്ങൾക്കത് വലിയൊരു ഭാഗ്യമായിരിക്കും. ഒരു റാമ്പ് വോക്ക് ചെയ്തിട്ട് എല്ലാവരെയും ഒന്ന് കൈ കാണിക്കണം. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്. Guys, let's put your hands for Karan John. വരാൻ പോകുന്ന ആളുടെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ. അനന്തൻ എന്നാണ് പേര്. അനന്തനാണോ? അതെ. സത്യമായിട്ട് എനിക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്. ഒന്ന് പരിചയപ്പെടുത്താമോ? അനന്തൻ എന്ത് ചെയ്യുന്നു? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ.
KRS ഒന്ന് കാണാൻ പറ്റും? KRS സാറിനെ കാണാം, പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തൊന്ന് പറയും പ്ലീസ്. ഇത് അങ്ങനെ ഒരു ഇവന്റ് അല്ല ബ്രോ, നമുക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധം ഉപയോഗിച്ച് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ എത്ര പേടിച്ചാൽ നിൽക്കുന്ന അറിയാം. ബ്രോ എന്താ ചെയ്തത്? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പക്ഷെ പുള്ളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ? എത്ര ഇല്ല, പുള്ളിയോട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ടേ ആഗ്രഹം. വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ അതോ ഇത് മാത്രമാണ്? വേറെ ജോലിയൊന്നും, ജോലിയും കൂലിയില്ലാത്തവർക്കൊക്കെ പറ്റിയ പണിയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ. നമ്മളൊക്കെ കുറെ കണ്ടുള്ളതാണ്. ഒന്നും പുള്ളി ഒന്നും കാണാൻ കഷ്ടപ്പെട്ട പരിപാടി എന്ന് പറയാം അസിസ്റ്റന്റ് ആവുന്നത്. ഡയറക്ടറിന്റെ ആട്ട് കേൾക്കണം, തുപ്പ് കേൾക്കണം, പല പരിപാടികളാണ്. ആ ഡയറക്ടറെ സന്തോഷിപ്പിക്കണം, ഇങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. അത് കുട്ടികളെ കുഴപ്പമില്ല, പക്ഷെ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഞാനൊരു ഐഡിയ പറയാം. KRS സാർ കുറച്ച് നേരം മുമ്പോട്ട് പോയിട്ട് അകത്തോട്ട് പോയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ആ സൈഡിലൂടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കാണിച്ച് ഒന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറ്റാൻ പറ്റുമോ ചോദിച്ചു നോക്ക്. പുള്ളി മെരുങ്ങോ? സെറ്റാണ്. ചുമ്മാ ചോദിച്ചാൽ അപ്പം തന്നെ എടുത്ത് മറ്റേ എഴുതി തരും കയ്യിൽ. പോലെ ട്രൈ ചെയ്ത് നോക്കണോ? ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നത്. അങ്ങനത്തെ വളരെ ബെസ്റ്റ്. എനിക്ക് ആകെ പറഞ്ഞിരിക്കുന്നത് ഈ അപ്പാർട്ട്മെന്റ് പേര് വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇക്ലാസ് അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെന്റിന്റെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആശാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. ആശാൻ ഇക്ലാസ് അപ്പാർട്ട്മെന്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി പ്രസിഡന്റ് ആണ്. മുഖം കണ്ടിട്ട് ആക്കിയതാണോ അതോ കഴിവുണ്ടാക്കിയതാണോ? അങ്ങനെ ആക്കിയതായിരിക്കും. അതിൽ ഒരുപാട് സന്തോഷം. സിനിമയുടെ ഒരു ട്രെയിലർ ലോഞ്ചിന് വന്നതാണോ? സിനിമയിലൊക്കെ ഒരുപാട് പരിചയക്കാരുണ്ടാവുമായിരിക്കും അല്ലേ? ഒത്തിരി പേരുണ്ട്. നേരത്തെ KRS സാറിനെ അറിയാം, ഡയറക്ടർ. ഞാൻ കേട്ടിട്ടുണ്ട്, വലിയ സംവിധായകനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ? ശരി തരാം. ഫിലിമുള്ള ആളാണ്. കേറ്റി വിടാം. KRS സാറുണ്ട്, സൂപ്പർ സ്റ്റാർ കരൺ ചന്ദ്രൻ, ഒരുപാട് പേരുണ്ട്. ഞാൻ ഇതൊക്കെ റീലൊക്കെ ചെയ്യുന്ന ആളാ. അത് പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര റീൽസ് ചെയ്തിരിക്കും, എത്ര ലൈക്സ് അല്ലേ? ലൈക്കൊന്നും കിട്ടത്തില്ല. ആരെങ്കിലും കൈ തെറ്റി ഒന്നോ രണ്ടോ വന്നാലേ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും. അതിന്റെ ഒന്നും നമ്മുടെ തന്നെയാണ് അല്ലേ? എന്നാലും ആശാൻ ഒരുപാട് സന്തോഷം കണ്ടതിൽ, ഒരുപാട് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്തോ മറ്റേ സൂര്യനെ പിടിക്കുന്ന എന്തോ ഒരു റീലിട്ട് അത് ആശാനല്ലേ? അതിട്ടു. പിന്നെ ഞാൻ തന്നെ അതിന്റെ മോളിൽ വിലത്ത് വീണു. ഞങ്ങൾക്കറിയാം. എന്തായാലും ആശാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് അവിടെ അകത്ത് ഒരുപാട് പേരിപ്പുണ്ട്. പറ്റുമെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിലുള്ളവരുണ്ട്. പിന്നെ നമ്മുടെ ആശ എന്ന് പറഞ്ഞ ഇതേ പേരിൽ വേറെ സിനിമ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തുള്ളവർ എല്ലാവരും കൂടെ അകത്തിരിപ്പുണ്ട്. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട് പോയേക്കാം. അപ്പൊ ശരിയാ, താങ്ക് യു. പറ്റുമെങ്കിൽ കൂടെ എല്ലാം ഉണ്ടോ റീലെടുക്കാൻ? ഞാൻ എടുത്തോളാം. ബൈ ആശ.
all of us. Already ഈ സിനിമയെ കുറിച്ചുള്ള ആ ഒരു ഇൻട്രീഗ് കൂടിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരെല്ലാവരും അവിടെ ചുമ്മാ നിന്ന് ഫോട്ടോ എടുത്തതല്ല, അവരവിടെ ഒരു ലൈവ് ഫോട്ടോ ഷൂട്ട് ചെയ്തു. ബിക്കോസ് ഇനി ഈ ഒരു സൺഡേയുടെ ഓൾമോസ്റ്റ് ഒരു എൻഡിലായിട്ട് we will be revealing the poster, a live poster right away. First time ever എന്ന് വിശ്വസിക്കുന്നു. So let's give them a loud round of applause for that great beginning and introduction. അപ്പൊ ഒന്ന് ആഘോഷിക്കണ്ടേ? നിങ്ങൾ എന്താ കൈയടിക്കാൻ ആഗ്രഹം? I think we should celebrate a little bit, right? We have so many great reasons to celebrate. ആശാൻ എന്ന സിനിമയിലെ കുറച്ച് കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടു. ജോൺ പോളിന്റെ അമേസിംഗ് ആയിട്ടുള്ള സിനിമയാണ് നിങ്ങളുടെ മുന്നിൽ എത്താൻ പോകുന്നത്. So definitely we are excited, and what is even more special is ഈ ഒരു സിനിമയിലെ പാട്ടുകൾ ഓൾറെഡി നമ്മൾ എല്ലാവരും നെഞ്ചിലേറ്റി കഴിഞ്ഞു. So celebration എന്ന് പറയുമ്പോൾ സംഗീതം ആവശ്യമാണ്, ഡാൻസ് ആവശ്യമാണ്. വേണ്ടേ? വേണോ? എന്നാ കൈയടിച്ച് പാസാക്കിക്കേ. Here we go. Let's celebrate this fantastic movie. Let's do it. മൈല സിരി മൈല John Paul ആണ്. He is not just a director, not just a producer, but also doing the music. എങ്ങനെയുണ്ട് പാട്ട്? അടിപൊളി പാട്ടല്ലേ? പാടിയ MC റസലിന് നല്ലൊരു കൈഡി കൊടുക്കാം. ലിറിക്സ് എഴുതിയത് വിനായക് ആണ്. വിനായകന് നല്ലൊരു കൈഡി കൊടുക്കാം. ഇന്ന് നമ്മുടെ കൂടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല, വിനായകനെ കേട്ടു. So we can miss him for that. And of course, ഇത് arrange ചെയ്തിരിക്കുന്നതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും അജീഷ് ആന്റോ ആണ്. അജീഷ്, thank you so much. And what a cool track, I must say. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ആശാൻ എന്ന് പറഞ്ഞ സിനിമയിലുള്ളിലെ സിനിമയാണല്ലോ. നിങ്ങളൊക്കെ ഇതിലുണ്ടോ സിനിമയില്?
ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഇവരെല്ലാരും സിനിമയിലും ഇതേ സംഭവങ്ങൾ ചെയ്ത് ഡാൻസേഴ്സ് ആയിട്ട് തന്നെയല്ലേ? ഇതിൽ ആരാ അഖിൽ, ആരാ ജിതിൻ, ആരാ മൃദുൽ? അഖിൽ, ജിതിൻ, മൃദുൽ. പറ, ആരാ ഇത് സംസാരിക്കുന്നത്? മൂന്നെണ്ണം സംസാരിക്കില്ല ഡാൻസ്. പറ. നമസ്കാരം, എൻ്റെ ഒരു മൃദുൽ. സോ ഇങ്ങനത്തെ ഒരു വേദി ഒരുക്കി തന്ന ജോൺ പോസാനോട് നന്ദി. ഇങ്ങനത്തെ ഒരു പടത്തിന്റെ ഭാഗം പറ്റി ഒരുപാട് സന്തോഷം. ഗപ്പി പ്രൊഡക്ഷൻസ് ആണ് ഇതിന്റെ ഒരു ഭാഗം പറ്റുന്നത്. ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഞങ്ങൾ എല്ലാവരും. സോ എൻ്റെ ഫ്രണ്ട് ഹായ്, എൻ്റെ പേര് അഖിൽ. ഇത് എൻ്റെ ഫസ്റ്റ് പടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു ആശാനോടെയുണ്ട്. എനിക്കറിയാം ശ്രീജിത്ത്, ഞാൻ വിളിക്കാല്ലേ? ഞാനൊന്ന് വിളിച്ചോട്ടെ. ശ്രീജിത്ത് സാറേ, നമ്മളുടെ ഒക്കെ ആശാനാണ് ശ്രീജിത്ത്. നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് കൊറിയോഗ്രാഫറാണ് ശ്രീജിത്ത് സാർ. ഞാനൊക്കെ 10-30 വർഷമായി അദ്ദേഹത്തെ കണ്ടുവരുന്നത്. മലയാള സിനിമ കഴിഞ്ഞ 10 വർഷമായിട്ട് ആശാനും ഉണ്ട് ഈ സിനിമയില്. അപ്പൊ അങ്ങനെ നിരവധി ആൾക്കാർ ഒരുമിക്കുന്ന ഒരു ഫാന്റാസ്റ്റിക് മൂവിയാണ്. ആൻഡ് ഇവരെല്ലാവരും ഈ സിനിമയുടെ പിന്നിൽ കുറെ പേര് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു സിനിമയാണ് ആശാൻ. ആ ഒരു തോട്ട് പ്രോസസ്സിന്, ആ ഒരു ത്രെഡിനാണ് നമ്മൾ കൈയടിക്കേണ്ടത്. എത്രയോ ആൾക്കാർ, ഇവരൊക്കെ നമ്മൾ ഒരു പക്ഷേ ഡാൻസേഴ്സ് ആയിട്ട് എത്ര വർഷം പ്രവർത്തിച്ചിട്ടാണ് ശ്രീജിത്ത് സാർ തന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത്. സാറിന് അറിയാം, ഇപ്പൊ ഇതാ ഇവർ മുന്നിൽ വരുന്നു, നടന്മാരായി, നർത്തകരായി ആൾക്കാർ അറിയപ്പെടുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സാറിന് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഈ ഒരു സോങ് ഞാൻ ഈ വേദിയിൽ ഈ ഹോട്ടലിൽ തന്നെ മറ്റൊരു സിനിമയായിട്ട് കമ്മിറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന്. പിന്നെ അതിലുപരി എനിക്ക് ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു റാപ്പ് സോങ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെ വേദിയിൽ വരിക, സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം. താങ്ക് യു. നല്ലൊരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ. എന്ത് തോന്നുന്നു നമ്മുടെ ഈ ഒരു സിനിമയുടെ ഭാഗമായി? നത്ത് 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 ഇപ്പം വിളിച്ച് പറയാനല്ലോ പേര്. ശരിക്കുള്ള പേരൊക്കെ എന്തുവാ? നോക്കട്ടെ, ഇനി അമ്പാടി എന്ന് വിളിക്കേണ്ടി വരുമോ ഈ സിനിമയ്ക്ക് ശേഷം? നത്ത് പറഞ്ഞു പോവോ? വിളിക്കുമല്ലേ? അതല്ലേ. അതെ, എന്ത് തോന്നുന്നു ഈ ഒരു സിനിമയെ കുറിച്ച്? എന്തുകൊണ്ടാണ് ഞങ്ങൾ ആശാൻ പോയി കാണണം? നല്ലൊരു സിനിമയാണ്. അതല്ലേ എല്ലാവരും മിസ്സാക്കരുത്. അപ്പൊ എന്തായാലും അതിനു വേണ്ടി നമ്മൾ വളരെ വളരെ എക്സൈറ്റഡ് ആണ്. നല്ലൊരു കൈഡി കൊടുക്കാം. സച്ച് എ ഫാന്റാസ്റ്റിക് സോങ്. ഇറ്റ്സ് ഫോർ ദ സോങ്. ഓക്കെ, അപ്പൊ ശ്രീജിത്ത് സാറിന്റെ കുറെ ഡാൻസേഴ്സും ഇവരൊക്കെ സിനിമയിൽ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ തൽക്കാലം വിടവാകുന്നു. താങ്ക് യു വെരി മച്ച്. കാണാം. അഭിനയിക്കുമ്പോ ഒരു പേടിയില്ലല്ലോ, സംസാരിക്കുമ്പോ. ഓക്കെ, ഈ ഒരു സിനിമയുടെ ഒരു ക്രക്സ്, ഇൻഫാക്ട് ഈ സിനിമയുടെ മാത്രമല്ല, ജോൺ പോൾ ഏത് സിനിമ എടുത്താലും അതിൽ മ്യൂസിക് എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് അദ്ദേഹം നൽകുന്നുണ്ട്. ബിക്കോസ് അദ്ദേഹം സംഗീതം അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഹീസ് ഓൾസോ ട്രെയിൻഡ് ഇൻ ഇറ്റ്. സോ ഇപ്പം ഗപ്പി ആയാലും, whether it be the movie after that, whether it be ആശാൻ, എല്ലാത്തിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മെലഡി സോങ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ദ കണക്ഷൻ ഇസ്. ഈ പാട്ടൊക്കെ പാടിയ ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇന്നിവിടെ എത്തിയില്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി റൈറ്റ്. സൂരജ്, can I welcome you on stage? നല്ലൊരു കൈഡി. Let's welcome the fantastic playback singer and award-winning singer Suraj Santosh on stage. പഞ്ഞിച്ചുരുൾ മാനസം ഗപ്പി, അമ്പിളി, അതിനുശേഷം ഇപ്പോൾ ഇതാ ആശാൻ. Tell us how you feel about this. മലയാള സിനിമയിൽ വരാൻ പറ്റിയത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതിലുപരി മലയാള സിനിമയെ പറ്റി പറയുന്നത് ഓർത്തിരിക്കുന്ന ചില ചലച്ചിത്ര ഗാനങ്ങളുടെ ഭാഗമാകാൻ പറ്റിയത് അതിലേറെ സന്തോഷമുള്ള കാര്യമാണ്. അതിലുപരി സന്തോഷം നൽകുന്ന കാര്യം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ സിനിമയായ 3 സിനിമകളിലും ഞാൻ ഭാഗമാക്കായി എന്നുള്ളതാണ്. ഇത് പ്ലാൻഡ് ഒന്നുമല്ല. ഇത് തീർച്ചയായും അവൻ സിനിമ ചെയ്യുമ്പോൾ ഞാൻ പാട്ട് പാടുന്നുള്ളൊരു എഗ്രിമെന്റും ഒന്നും നമ്മൾ തമ്മിലില്ല. പക്ഷെ എന്തുകൊണ്ടോ സംഭവിച്ചു, പല സിനിമയിലും ഞാൻ ഇതിന് മുന്നത്തെ അമ്പിളിയിലെ പാട്ട് ഞാൻ പാടി ആരാധിക്കുകയും I was not supposed to sing that song. വേറെ എന്തോ സോങ് ആണ് എനിക്ക് വെച്ചിരുന്നത് അല്ലേ. അവസാനം അതാണ് ഞാൻ പറഞ്ഞ പ്ലാൻ അല്ല, അവസാന നിമിഷം എങ്ങനെയോ അത് വന്നു ഭവിച്ചു. പക്ഷെ ഒരുപാട് സന്തോഷം ഈ വേദിയിൽ നിൽക്കുമ്പോൾ. ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോൺ ഫോർ മേക്കിംഗ് മീ പാർട്ട് ഓഫ് ദാറ്റ്. I know, I think ഈ ഒരു സിനിമയിൽ, like I said already, ഈ
പാടിയ പാട്ട് ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ സൂരജ് ഇവിടെ വരുമ്പം നമുക്ക് നിങ്ങളുടെ ഒരു റിലേഷൻ, നിങ്ങളുടെ മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരു ജേർണി ത്രൂ ദ ഫിലിംസ് ദാറ്റ് ജോൺ പോൾ ഹാസ് ക്രിയേറ്റഡ്, അത് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണം. ബിക്കോസ് എല്ലാ സിനിമയിലും ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാനം എന്തായാലും മിനിമം ഗ്യാരണ്ടി ആണ് അല്ലേ? സോ ഷാൽ വി സ്റ്റാർട്ട് right at the very beginning? For sure. Can I welcome the musicians on stage? Joe Johnson on keyboard. Anurag. And Anurag on guitar. Yes. Indu kai korchu ready. Alright, so right over to you guys. 2010 ഞാൻ ചെന്നൈയിലേക്ക് മൂവ് ചെയ്തു. ഒരു 12 വർഷം 2022 വരെ ചെന്നൈയിൽ ജീവിച്ചു. ഞാൻ ചെന്നൈയിലേക്ക് മൂവ് ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞാണ് ജോൺ സംഗീത സംവിധായകൻ, ഇപ്പോൾ നിങ്ങളെല്ലാവരും അറിയുന്നത് വിഷ്ണു വിജയം ചെന്നൈയിലേക്ക് വരികയും അവിടെ നിന്നാണ് ഞങ്ങളുടെ ജേർണി തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നു. ഇപ്പോൾ ഞാൻ ഭയങ്കര ഓവർവെൽംഡ് ആണ്. ആൻഡ് എനിക്ക് സാധാരണ നന്നായി ഞാൻ സംസാരിക്കുന്നത്, എനിക്കിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്തൊക്കെയൊക്കെയോ മനസ്സിലൂടെ ഓടുന്നുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ പറഞ്ഞ് ചെലവാക്കുന്നില്ല, പാട്ടിലേക്ക് പോകാം, അത് വർക്കാവുമെന്ന് തോന്നുന്നു. ഓക്കെ ആണോ? Ready, please? അതിന്റെ പാട്ട് കപ്പി എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ പാട്ട് പാടാം. ഈ പാട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടെ പാടുക. പാടുമോ? ഈ എസ് പോരാ, കൂടെ പാടുമോ? Sounds better. Let's go. അകതാരിണി ചെറുതേൻ മാഞ്ഞിടും പുള്ളിയുടെ പേര് നിങ്ങൾ എല്ലാവരും ഒഴുകിക്കൊണ്ടേയിരിക്കും. താങ്ക് യു സോ മച്ച്. Thank you very much, Suraj Santosh. Thank you, Joanna Anurag as well. That was beautiful. ഇനി സ്പോട്ട്ലൈറ്റ് ആണോ ഫുള്ള്? ഓക്കെ, എല്ലാവരും കാണാൻ പോലും പറ്റുന്നില്ല. ഇവരൊക്കെ ഇപ്പോഴാണ്. നല്ലൊരു കൈഡി കൊടുക്കാം. ക്യാരക്ടേഴ്സിനായി നേരത്തെ വന്നു, പക്ഷെ അവർ തന്നെയായി തിരിച്ചു വന്നിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ആക്ടേഴ്സ് who are part of അമേസിംഗ് ആയിട്ടുള്ള ആശാൻ എന്ന സിനിമ. ഈ ഏതൊരു സിനിമയും അത് നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ we always say the captain of the ship is of course the director, and now it's time for us to celebrate that very director. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ നമ്മൾ കണ്ടു, കപ്പി. He followed that up with അമ്പലി and ഇപ്പോൾ ഇതാ ആശാൻ. അതിനിടയിൽ രോമാഞ്ചം എന്ന് പറഞ്ഞൊരു സിനിമയുടെ പ്രൊഡ്യൂസറായി നമ്മൾ കണ്ടു. ഈ ഒരു സിനിമയിൽ he is playing multiple roles, that of a director, that of a producer, as well as a music director. ഓരോ സിനിമകളും വരുമ്പം ഇങ്ങനെ ജോലി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ. But you can see the exemplary result of the film as well. Ladies and gentlemen, നല്ലൊരു കൈയ്യടി. Let's welcome the director, producer, and music director of Ashan, none other than John Prozon. Dumping Cinemas in association with Rainmaker Films presents Ashan, a film by John Prozon. Congratulations. വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ബിക്കോസ് സിനിമയിലൂടെ കാഴ്ചവെക്കുക പ്രേക്ഷകർക്ക്, അതാണ് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദ സൂപ്പർ ഹിറ്റ് സോങ്. താങ്ക് യു. എന്ത് തോന്നുന്നു ഇന്ന് ഇവിടെ ഈ ട്രെയിലർ ലോഞ്ചിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ? ഞാൻ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നത് ലൈഫിലാണ്. ഞാൻ പോയിട്ടില്ല, പോയിട്ടില്ല, എനിക്ക് പോവാൻ പറ്റിയിട്ടില്ല. മീൻസ് അത് മാറി കിട്ടിയില്ലേ? അവിടെയൊക്കെ ഇരുട്ടായതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് മനഃപൂർവ്വം ലൈറ്റിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കുഴപ്പമില്ല. നമ്മുടെ പണി ഇതായതുകൊണ്ട് ആരെയും കാണുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ജോൺ പറഞ്ഞോണ്ട് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത് ഞാൻ തന്നെയാണ് ലൈക്ക് ചെയ്യാൻ പറഞ്ഞത്, ഞാൻ തന്നെയാണ്. ഓക്കെ, എന്തായാലും എല്ലാവരും വന്നു.
ഭയങ്കര സന്തോഷം എല്ലാവരെയും ഇവിടെ കാണുമ്പോഴത്തേക്കിന്. ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും മനോഹരമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഭയങ്കര രസമായിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പല ചാനലുകളും രഞ്ജിന് തന്നെ പറയിരിക്കുന്ന പല ചാനലുകളിലും പ്രോഗ്രാം നടക്കുമ്പോൾ മുന്നിൽ ഇങ്ങനെ ടെൻഷൻ ഇല്ലാണ്ട് ആൾക്കാർ ഇരുന്ന് കൈയൊക്കെ അടിക്കുന്നു. ഞാനിപ്പോ അതുപോലെ ടെൻഷൻ ഇല്ലാണ്ട് കൈ അടിച്ചു. അപ്പൊ അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് വേഫെയർ ടീമിനോടാണ്. കാരണം വെച്ചാല് അവരിവിടെ വന്നതിന് ശേഷം അവർ ഈ സിനിമ എടുത്തങ്ങ് വേറെ സ്പേസിലേക്ക് വെച്ചു. കാരണം അവർ ആ സിനിമ കണ്ടു. ഞാൻ അതിനാദ്യം നന്ദി പറയേണ്ടത് വേഫെയർ ടീം, പിന്നെ ദുൽഖർ. എൻ്റെ ഒരു ട്രാവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2010 ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത്. അപ്പം ഞാൻ അത് ഈ സിനിമയ്ക്കുള്ളിൽ സിനിമയായതുകൊണ്ട് അതൊന്ന് പറയണം തോന്നി. ആദ്യമായിട്ട് ഞാൻ 26 സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു. 26ാമത്തെ ആളായിരുന്നു രാജേഷ് പിള്ള. ട്രാഫിക് എന്ന സിനിമ ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ട്രാഫിക് എന്ന സിനിമയിലാണ്. അപ്പോൾ ആ സിനിമ തന്നെ മലയാള സിനിമേനെ ഒരുപാട് അവിടുന്നാണ് ട്രാഫിക്കിന് ശേഷവും മുമ്പും ബിമ്പും എന്നുള്ളൊരു വാർത്ത ആ സമയത്തും അപ്പോഴും ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അപ്പം രാജേഷ് പിള്ള ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തത് സമീർ താക്കർ എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ. ചാപ്പാഗിരിച്ച്, നീലാകാശം, പച്ചക്കടൽ, അങ്ങനത്തെ ഒരു ട്രാവൽ അദ്ദേഹത്തിനോടൊപ്പം അസിസ്റ്റന്റ് ആയിട്ടോ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. ഞാൻ എൻ്റെ 2 ആശാന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ ദുൽഖറിനൊപ്പം നീലാകാശം സിനിമ ഞങ്ങളൊരു 1.5 വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്നു. വളരെ ക്ലോസ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഇങ്ങനെ ഒരു ആവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സിനിമയ്ക്ക് ഒരാൾ വേണം അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട്. കാരണം ഞങ്ങളെല്ലാം പുതിയ ആളുകളാണ്, ആക്ടേഴ്സ് എല്ലാം പുതിയ ആൾക്കാർ. ഞാൻ എപ്പോഴും അങ്ങനത്തെ സിനിമകളാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം അതിനൊന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ നോക്കിക്കൊള്ളടാ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ ടീമും ആ സിനിമ ടേക്ക് ഓവർ ചെയ്യുകയും അതിപ്പം കേരളം മുഴുവൻ ആ സിനിമയെ എത്തിക്കുകയും ചെയ്തു. അവർക്കൊരു വലിയ നന്ദി, കൈയടിയും നമ്മുടെ സൈഡിൽ കൊടുക്കേണ്ടതാണ്. പിന്നീട് ഞാൻ E4 Entertainment എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന്റെ കൂടെ അവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഒരു 10-15ഓളം സിനിമകൾ അങ്ങനെ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഗപ്പി എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് 2016. 19 അമ്പിളി, പിന്നെ 22 രോമാഞ്ചം. അത് നിർമ്മിക്കുമായിരുന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ജിത്തു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു സിനിമ സംവിധാനം ചെയ്ത്. ഇപ്പോൾ ആ ചാനലിലെത്തി നിൽക്കുന്നു. യാത്ര നല്ല രസമുള്ള ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നന്നായിട്ട് കൈയടിക്കേണ്ട ഒരു യാത്ര തന്നെയാണ്. എല്ലാ സിനിമകളും എന്തൊക്കെയോ ഇമ്പാക്ട് വരുത്താൻ പറ്റിയിട്ടുണ്ട്. അത് ശ്രീനിയേട്ടൻ, ഞാൻ ശ്രീനിവാസൻ, ഞാൻ അദ്ദേഹത്തെ ഇപ്പം ഓർക്കുകയാണ്. അദ്ദേഹം നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയി. ഗപ്പി എന്ന സിനിമ നടക്കാൻ കാരണവും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ ഇവിടെ എല്ലാവരും ആയിട്ട് പറയുന്നതാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കുന്ന സിനിമയാണ് നമ്മൾ മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവന. അതെ, ഇതൊരു ആക്ച്വലി സിനിമ എന്ന് പറയുമ്പം ആദ്യം ഡയറക്ഷൻ ചെയ്തു, യു ഹാവ് എ പാഷൻ ഫോർ മ്യൂസിക്, അത് ഇതിനോടനീളം ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തു, ഇപ്പം മ്യൂസിക് ഡയറക്ഷനും. ഫസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ. അതെ അതെ. ഇതെല്ലാം കൂടെ നല്ല കയറ്റി വയ്ക്കുമ്പോൾ ടെൻഷൻ കൂടൂലേ? അത് അറിയില്ല. ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് സൂരജ് പറഞ്ഞ പോലെ അവനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സൂരജും വിഷ്ണു ആയിരുന്നു ആദ്യത്തെ 2 സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അവര് ചെന്നൈയിലേക്ക് പോയ പുറകെ ഞാനും അങ്ങ് പോയി. അവിടെ ചെന്ന് ഞാൻ മ്യൂസീഷ്യൻസിന്റെ കൂടെ ആയിരുന്നു ജീവിച്ചിരുന്ന മുഴുവൻ. സുഷിൻ, യാക്സൻ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരുടെ കൂടെ ജീവിച്ചപ്പോൾ എനിക്കിത് അറിയാം മീൻസ് അത് മനസ്സിലായി. അതെ, അപ്പം അത് ഞാൻ പ്രാവർത്തികമാക്കി ഞാൻ ട്രൈ ചെയ്തു. It's beautiful, I must say. മാത്രമല്ല ഇതൊരു ഫാമിലി പ്രോജക്റ്റും കൂടെയാണല്ലോ. അതെ, ഇത് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല, അന്നമ്മ ഇതില് പ്രൊഡ്യൂസറാണ്. And Suraj as well. നമുക്ക് അവരെ ഈ ഒരു ഇൻസ്റ്റന്റിൽ വേദിയിലേക്ക് വിളിച്ചാൽ I think we complete the production trio. Can we please welcome Annam John, the producer of Ashan, along with Suraj. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആശാൻ അവിടെ ഇരിക്കുന്നു. ഈ സിനിമയിലേക്ക്
ആശാൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയൊരു എനർജി. ഓക്കെ, ആശാനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞ് അത് നിർത്താൻ പറ്റില്ല. എന്തായാലും ആശാൻ അല്ലാണ്ട് ഈ സിനിമയിൽ മറ്റൊരു ആശാനെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അന്നം ജോൺ പോൾ പ്രൊഡ്യൂസർ ആയിരുന്നു, സൂരജ് ഫിലിപ്പ് ജേക്കബും ഇതിന്റെ കൂടെ പ്രൊഡ്യൂസർ ആയിരുന്നു. ഓഫ് കോഴ്സ് അന്നം ഇസ് ഫാമിലി, പക്ഷെ സൂരജുമായിട്ടും ഈ സിനിമകളിലൊക്കെ ഉടനീളം ബന്ധമുണ്ട്. അമ്പിളിയുടെ EP ആയിരുന്നു, രോമാഞ്ചത്തിന്റെ കോ പ്രൊഡ്യൂസർ ആയിരുന്നു. ദെൻ ഇപ്പോൾ പ്രൊഡ്യൂസർ പാർട്ണർ. എങ്ങനെയുണ്ട് ആശാൻ ആസ് എ പ്രൊഡ്യൂസർ? വാട്ട് ഷുഡ് ബി എക്സ്പെക്ട്? ആശാൻ ആക്ച്വലി ഒരു ടോട്ടൽ എന്റർടൈനർ ആണ്. ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായി കുഞ്ഞിക്കവളുടെ പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് കരയും എന്നൊക്കെ ഉള്ളത്. അത് പിന്നെ ജോൺ എപ്പോഴും ഒരു ചെറിയ കരച്ചിൽ ഉണ്ട് ഭാഗത്ത്. പക്ഷേ അതർ ദാൻ ദാറ്റ് ഒരു 90% ഫുൾ ഓൺ എന്റർടൈനർ ആണ്. സോ അത് അഷ്യൂർഡ് ആണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതിനുള്ള പ്രധാന റീസൺ രാധാകൃഷ്ണൻ ചേട്ടനാണ്. അത് ആ തിയേറ്ററിലെ ആ സൗണ്ടും ഇതും എല്ലാം കിട്ടത്തുള്ളൂ. പിന്നെ രോമാഞ്ചം തന്നെ ആക്ച്വലി പലരും തിയേറ്ററിൽ കാണാതെ പലരും OTT കണ്ടിട്ട് പറഞ്ഞു അത്ര വർക്കായില്ല. ഞാൻ അന്നും പ്രൊമോഷൻസിന് പോകുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. സോ ഡെഫിനറ്റ്ലി ആശാൻ ഇസ് വൺ ഓഫ് സച്ച് മൂവി. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. And Annam, as a producer of Ashan, Anand endana parayunnathu? Because John, you see him at home now, you know, as a director, you followed his journey. It took close to John's journey. Follow ചെയ്തിരിക്കുന്ന Annamana. ഇത് your first time as a producer? Annam join ചെയ്യുന്നത് ആദ്യമായിട്ടാണ്? പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പം ഈ ഒരു ആശാൻ എന്ന ചിത്രത്തില് ഓൾറെഡി സൂരജ് പറഞ്ഞു, വാട്ട് ഇസ് അന്നംസ് എക്സ്പെക്ടേഷൻ? ഒരുപാട് സന്തോഷം. ആശാൻ എന്ന സിനിമ ഉണ്ടായി വരുന്നത് വളരെ അടുത്ത് നിന്ന് കണ്ട ഒരാളാണ് ഞാൻ. അത് പ്രൊഡ്യൂസർ എന്ന നിലയിലും ജോൺ പോൾ എന്ന ആളുടെ ലൈഫ് പാർട്ണർ എന്ന നിലയിലും എൻ്റെ ഒരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സൂരജേട്ടൻ പറഞ്ഞ പോലെ ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് പുതിയ ആൾക്കാർ, പുതുമുഖങ്ങളുണ്ട്, പുതിയ ടെക്നീഷ്യൻസ് ഉണ്ട്. അതുപോലെ ഇത് തീർച്ചയായിട്ടും കുറച്ചൊക്കെ പ്രയാസമേറിയ ഒരു യാത്രയായിരുന്നു. സിനിമ നിർമ്മിക്കുക, അതിന് കൂടെ നമ്മൾ പല പല സെക്ടറിലെ ആളുകൾ വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇത്രയും നല്ലൊരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത്രയും നല്ലൊരു ക്രൂ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സിനിമ നമുക്ക് ഇത്ര മനോഹരമായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. അതുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഹോൾ ക്രൂവിന് ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോഴും പലരും ഓടിക്കൊണ്ടിരിക്കുകയാണ് പല വർക്കുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും സിനിമ തിയേറ്ററിൽ പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഐ തിങ്ക് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ എന്തോരം ആൾക്കാരുടെ ഒരു എഫേർട്ടാണ് കൂടെ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് കാണിക്കുന്ന ഒരു സിനിമ കൂടി ആയിരിക്കും ഇത്. ബട്ട് അനദർ തിങ് ലൈക്ക് ഐ വാസ് സേയിങ്, Annam, you also share his love for music, അല്ലേ? അപ്പോൾ ഐ വാസ് തിങ്കിങ് എന്തായാലും ജോൺ പോൾ ഇവിടെ ഉണ്ട്, നമുക്ക് ജോൺ പോളിന്റെ അടുത്ത് ആ ഒരു സംഗീതം നമുക്ക് വേണ്ടി ഞങ്ങൾക്ക് 4 വരി നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്ലീസ്. ഇതിനകത്ത് ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അമ്മ, എനിക്ക് പാട്ട് കിട്ടിയത് എൻ്റെ അമ്മയിൽ നിന്നാണ്. അപ്പൊ അമ്മ അവിടെ ഇരിപ്പുണ്ട്, അമ്മ അവിടെ ഇരുന്നുണ്ട്. അപ്പൊ ഭയങ്കര ഇമോഷണലാണ്. അപ്പോൾ ഞാൻ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിൽ ഞാനൊരു പാട്ട് പാടി കേൾക്കണമെന്ന്. അപ്പൊ ഞാനിത് വേറൊരാളെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. പക്ഷെ ഞാനിത് ട്രാക്ക് പാടി ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് പിന്നീട് എനിക്ക് എൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെ പാടി അതായത് ഞാൻ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞ് അവസാനം ഞാൻ ഈ കഴിഞ്ഞ ഈ പാട്ടിറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് എൻ്റെ ശബ്ദമൊക്കെ ഒന്ന് റെഡിയാക്കി പോയിട്ട് ഇത് റെക്കോർഡ് ചെയ്യേണ്ടി വന്നത്. അതെ. അമ്മയുടെ ആഗ്രഹം. അതെ. അപ്പം ആശാനെ ഒന്ന് വരാമോ? ആശാനെ അതിനകത്ത് 2 പേര് പാടിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻ ചേട്ടനെ, ഈ ഇന്ദ്രൻ ചേട്ടൻ കൊച്ചിനെ കൂടെ എങ്ങോട്ടാ ഓടി പോകുന്നത്? ആ ഗ്യാപ്പ് കിട്ടിയപ്പോ നല്ലൊരു കാര്യം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം ഇന്ദ്രൻ ചേട്ടൻ, നമ്മുടെ ആശാൻ. ആശാൻ ആ പാട്ടിനകത്ത് 2 വരി ആശാനെ കൊണ്ട് പാടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അത് സിനിമയ്ക്കകത്ത സിനിമയായതുകൊണ്ട് ക്യാമറയെ കുറിച്ച്
അല്ലെങ്കിൽ അതിന്റെ ലെൻസിനെ കുറിച്ചൊക്കെ വിനായകൻ അതിഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വരി ആശാനെ കൊണ്ട് തന്നെ പാടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. റെക്കോർഡ് ചെയ്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പാടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷെ നമ്മള് ആശാന്റെ കണ്ണു നട്ട് കാത്തിരുന്നിട്ട് ഒക്കെ ഒരുപാട് പാടി കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യിച്ചതാണ്. അതായത് കുഞ്ഞു ചില്ലിനാൽ കാഴ്ചയൊപ്പിടും മന്ത്രജാലമേ നന്ദി ചൊല്ലിടാം, വാക്കിലുള്ളതോ രൂപമാകവേ നൂറുഭാവമായി ഭംഗിയിടാം. ആശാൻ ഈ രണ്ടുപേരും പാടിയിട്ടുള്ളൂ, ബാക്കിയാവുമ്പോ ചിറകേ ചിറകേ വിൺവാനത്തേറാനോളം വന്നുവോ. അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് താളം പിടിക്കുന്ന അമ്മയാ. അമ്മ ഭയങ്കര ഭാഗ്യം ചെയ്ത അമ്മ കൂടിയാണ്. അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മക്കൾ നടത്തി കൊടുക്കുന്നുണ്ട്. ഐ തിങ്ക് വെരി ഗ്രേറ്റ് ബ്ലെസ്ഡ് മോം. ചേട്ടാ ആശാനെ കാണാൻ വേണ്ടി ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം ജോൺ, നമ്മളുടെ ഈ ഒരു സിനിമയില് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടെ സ്റ്റേജിലേക്ക് വിളിക്കാം. ഞാൻ ആദ്യം സിനിമയില് ഒരു ചേട്ടൻ പുള്ളിയുണ്ട്, എൻ്റെ ഏറ്റവും സീനിയർ. ഈ ക്രൂവിലെ ടോട്ടൽ ക്രൂവിലെ ഒരു സീനിയർ, വലിയ പ്രായമൊന്നുമില്ലെങ്കിലും ഞങ്ങൾക്കത് ചേട്ടനാണ്. ഞാൻ എൻ്റെ ഗപ്പി ഉൾപ്പെടെ എല്ലാ സിനിമകളിലും രോമാഞ്ചം ഒക്കെ എൻ്റെ സൗണ്ട് ഡിസൈനർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജേട്ടൻ. പിന്നെ DOP വിമൽ, വിമലിന്റെ ആദ്യ സിനിമയാണ്, ചെറിയൊരു പയ്യനാണ്. പിന്നെ റോണക്സിന് വരാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഞാനിപ്പോൾ നിങ്ങളെല്ലാം പാട്ടുകൾ കേൾക്കുന്നുണ്ടല്ലോ, ഈ ഇതിൻ്റെ ഒരു പശ്ചാത്തല സംഗീതമുണ്ട്. ഈ പാട്ടിന് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രൊഡക്ഷൻ, എനിക്കങ്ങനെ ഇൻസ്ട്രുമെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഞാനൊരു ഹാർമോണിയം പെട്ടിയൊക്കെ വെച്ചിട്ടാണ് പാട്ടുകൾ ചെയ്യാറുള്ളത്. പക്ഷെ എൻ്റെ ഈ പാട്ടിനെ നിങ്ങളിലേക്ക് എത്തിക്കുകയും ഈ സിനിമയുടെ മ്യൂസിക്കിനെ നിങ്ങളിലേക്ക് എത്തിച്ച ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒരു മ്യൂസിക് ബോണുണ്ട്, അജീഷ്. വിവേക്, ആ ഡയറക്ടർ. പിന്നെ ഞാൻ ഒരു രണ്ടുപേരെ കൂടി വിളിക്കുകയാണ്. ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ വർക്ക് ചെയ്ത ഇതിൻ്റെ ഒരു VFX ടീം, ശ്രീരാജ്, തൗഫീഖ്, രണ്ടുപേരും നല്ലൊരു കൈ കൊടുക്കാം ഇവരോരോരുത്തർക്കും. ഇവരെ സ്റ്റേജിലേക്ക് വിളിക്കാനുള്ള കാരണം ഈ ഓരോ വൈഷ്ണവ് ഉണ്ടോ, വളരെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. VFX ആശാൻ കൊടുത്തൊരു സിനിമയ്ക്ക് എന്താണ് VFX എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ 5-ാം തീയതി സിനിമയ്ക്ക് ശേഷം നമുക്ക് സംസാരിക്കാം അതിനെ കുറിച്ച്. അപ്പൊ എന്തൊക്കെയോ ഉണ്ട് അല്ലേ? ചെറിയ സിനിമയാണ് കേട്ടോ, ഭയങ്കര ചെറിയ സിനിമയാണ്, ഭയങ്കര ഒരു കുഞ്ഞൊരു സിനിമയായിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ഡൺ ബ്യൂട്ടിഫുള്ളി. ലൈക്ക് അതിന്റെ ഒരു ഇംപ്രഷൻ ഇല്ലേ, ആ ഇംപ്രഷൻ ലുക്സ് അമേസിംഗ്. ഇവരുടെ പെട്ടെന്ന് രണ്ടാൾക്ക് കേട്ടാലോ? ഞാൻ രാജേട്ടൻ. യെസ്. കുറെ മൈക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. ഇത് ഭയങ്കര വലിയൊരു മൂമെൻ്റാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജോണിനെ കാണാൻ തുടങ്ങിയത് ഇന്നലെയൊന്നും അല്ല, എത്രയോ വർഷങ്ങളായിട്ട്. അതായത് ട്രാഫിക് വർക്ക് ചെയ്യുന്ന സമയം, ഞാൻ ട്രാഫിക് മിക്സ് ചെയ്യുമ്പോൾ അന്ന് ജോൺ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം വർക്ക് ചെയ്ത എല്ലാ സിനിമകൾക്കും എങ്ങനെയോ ആക്സിഡൻ്റലി ഞാനും അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് അത് എപ്പോഴും സംഭവിച്ച കാര്യമാണ്. പിന്നെ ഒരുപാട് കണക്ഷൻ എനിക്കൊന്ന് മ്യൂസിക്കലി കൂടെ കണക്റ്റഡ് ആണ്. കാരണം
എൻ്റെ അച്ഛൻ സംഗീത സംവിധായകനാണ് എം ജി രാധാകൃഷ്ണൻ. സോ അത് ട്രിവാൻഡ്രമായിട്ടും ജോണിനൊരു ബന്ധമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പഠിച്ച അതേ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളും കൂടെയാണ്. സംഗീത കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ, വെറുതെ ഒന്നും അല്ല മ്യൂസിക് ചെയ്യുന്നത്, സംഗീത കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾ തന്നെയാണ്. സോ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. പിന്നെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഷൂട്ടിംഗ് കണ്ടിട്ടില്ല, ഷൂട്ടിംഗ് ലൈവായിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇത് മാറും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിയലി നടക്കുന്നത്, സിനിമയ്ക്കകത്ത് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി, അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് എന്താണെന്നുള്ളത് കൃത്യമായി ഇമോഷണലി തമാശ രൂപത്തിൽ പല പല ഇമോഷൻസിൽ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങളൊക്കെ ഇത് ഇതിൻ്റെ ടെക്നീഷ്യൻസ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം ഭയങ്കര സന്തോഷമായിട്ട് വർക്ക് ചെയ്ത സിനിമയാണ് ശരിക്കും. നോട്ട് ലൈക്ക് ഒരു സാധാരണ സിനിമ ചെയ്യുന്നതിനേക്കാളും എൻ്റെ സിനിമ എന്ന് എല്ലാവർക്കും തോന്നുന്ന വിധത്തിലാണ് ഈ സിനിമ എല്ലാവരും വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെങ്കിലും തിയേറ്ററിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം. താങ്ക് യു സോ മച്ച്. വിമലിന്റെ ഫസ്റ്റ് സിനിമയാണ് ആസ് എ DOP. സോ കൺഗ്രാറ്റുലേഷൻസ്. അമേസിംഗ് ആയ ഒരു ഗപ്പി സിനിമ, ഒരു വേഫെയർ ഫിലിമാണ് മോന്റെ ആദ്യത്തെ സിനിമ. എന്ത് തോന്നുന്നു മുഖത്തുണ്ട് ആ സന്തോഷം? ഇനി മനസ്സിലെ കാര്യം പറഞ്ഞോളൂ. ഞാൻ കുറച്ച് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് താങ്ക് യു. ഇല്ല ചേച്ചി കംഫർട്ടബിൾ ആക്കണ്ട ചേച്ചി, അതുകൊണ്ട് കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച് ജോണേട്ടാ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും. പിന്നെ നമ്മുടെ തന്നെ ക്രൂ ആയിരുന്നു, എല്ലാവരും ഫാമിലി ആയിരുന്നു. പിന്നെ ഇന്ദ്രൻസ് ചേട്ടൻ, ജോമോൻ ചേട്ടൻ അഭിനയിച്ച എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആക്കി. വേറെ എല്ലാ ആക്ടേഴ്സ് ആയിരുന്നു ചിലപ്പോൾ സീ സ്റ്റാൻഡിൽ എൻ്റെ തലക്കെട്ട് ചെയ്തേ. അപ്പോൾ അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ, എനിക്ക് സംസാരിക്കാൻ അത്ര അറിയില്ല ഭയങ്കര. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി. എൻ്റെ അപ്പൻ ചേട്ടൻ എനിക്ക് ഇവിടെ ഉണ്ട്. എൻ്റെ അപ്പനാണ് എന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു അപ്പ. താങ്ക് യു. വിവേകാണ് നമ്മൾ പ്രൊഡക്ഷൻ ഡിസൈനറായി ഈ സിനിമയിൽ കാണുന്നത്. സന്തോഷമുണ്ട് ഇതിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ. കൂടുതലൊന്നും പറയാനില്ല. എല്ലാരും ബിഹൈൻഡ് ദ സ്ക്രീൻ ആണ്. അജീഷ് ഒരു കൈയടി. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജോൺ ചേട്ടനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. ഇങ്ങനൊരു പടം എന്നെ പോലെ ഒരു ന്യൂ കമറിനെ വിശ്വസിച്ച് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തെന്നാണ്. നമുക്കിപ്പോ കൺഫേം ചെയ്യാം, ഭംഗിയായിട്ട് ചെയ്തോ? തീർച്ചയായും. ഓക്കെ, നീ വിശ്വാസത്തോടെ പറഞ്ഞോ. പ്രതീക്ഷനെ കഴിഞ്ഞു. നല്ലൊരു കൈ കൊടുക്കാം. താങ്ക് യു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഇതൊരു തുടക്കം മാത്രമാവട്ടെ. ഇനി നിരവധി സിനിമകൾ കാണാൻ പറ്റും. VFX ടീമിന് വേണ്ടി എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്ന കുറെ പേരുണ്ട്. നിങ്ങൾ VFX വിഷ്വൽസ് മാത്രമേ ചെയ്യുള്ളൂ, വിഷ്വൽ എഫക്ട്സ് ചെയ്യുള്ളൂ? അല്ലേ, അതാ ഞാൻ പറഞ്ഞു. പക്ഷെ അവനങ്ങനെ ഇഷ്ടം പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ആയിപ്പോയി, ഒന്നും പറയാൻ പറ്റില്ല. കുറച്ചധികം നാള് സിനിമയുടെ സൈഡിൽ വർക്ക് ചെയ്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് ഈ സിനിമയിൽ ഫില്ല് ചെയ്യാൻ പറ്റി. ഭയങ്കര ഇന്നലെ റൂമിനുള്ളിലായിരുന്നു. ഒരു വർഷമായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയുടെ VFXന് വേണ്ടിയിട്ട്. അപ്പൊ ഔട്ട് കൊടുത്തു. ഞാൻ ആയിരുന്നു ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്തിട്ട്. എന്റെ ലിസ്റ്റിൽ പേരില്ലാത്തോണ്ട് പേര് പെട്ടെന്ന് ഓർമ്മ. സോറി വൈഷ്ണവി, നന്നായിട്ട് കഴിഞ്ഞു. എനിക്ക് ഇതൊരു ലേണിംഗ് ലെസൺ ആയിരുന്നു. ബിക്കോസ് ഐ നെവർ തോട്ട് ഞാനൊരു മൂവി ചെയ്യും, എസ്പെഷ്യലി ഒരു. This is also your first film. It's my Oh, wonderful. അപ്പം ആൻഡ് എസ്പെഷ്യലി ലെജൻഡറി ആയിട്ടുള്ള ശോഭിച്ചേട്ടൻ, ഇന്ദ്രൻ സാർ, ഇവരുടെ എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള, ആൻഡ് ദ ക്രൂ എസ്പെഷ്യലി ജോണേട്ടൻ, എല്ലാവരും. It was a wonderful experience for me. I'm sure. But I have to tell you, ഇത്രയും അധികം newcomers ഇതിന്റെ ഒരു ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ കാണുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് പ്രൊഫഷണലി കുറെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഒരുമിച്ച്. അത് നിങ്ങൾ ബ്യൂട്ടിഫുള്ളി അതിനൊരു മിക്സ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. നന്നായിട്ട് വർക്ക് ചെയ്തു. അതെ, അതിന്റെ ഒരു റിസൾട്ട് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്നാണ് ഈ സിനിമ നമ്മൾ കാണാൻ പോകുന്നതെന്നൊന്നും എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിക്കാം. ഫെബ്രുവരി 5 കാണാം. ഇനി നമ്മൾ എല്ലാവരും ഇവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഈ സിനിമയുടെ ഒരു വലിയ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ സ്റ്റേജിൽ നിൽക്കുന്നത്. ഒരു ചെറിയൊരു സംഭവം നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് റൈറ്റ്. ജസ്റ്റ് റീസെന്റ് ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ പ്രഖ്യാപിച്ചു. അതിന്റെ ഒരു ജേതാവ് സ്റ്റേജിൽ നിൽപ്പുണ്ട്. അദ്ദേഹത്തിന് ഒന്ന് ആദരിക്കാതെ നമ്മൾ വിടാൻ പാടുമോ? ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ഐ വെൽക്കം. ഷോക്കായി പോയില്ലേ? എനിക്ക് തന്ന പണിയാ, ഞാൻ ചെയ്യും.
Annam, John Paul along with Suraj. നല്ലൊരു കൈ കൊടുക്കാം. നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് വിന്നറായ ഒരു കലാകാരനാണ് നമ്മുടെ കൂടെ. വിത്ത് സോ മച്ച് എക്സ്പീരിയൻസ്. ഒരു പൊന്നാട് അണിയിച്ച് നമുക്ക് അദ്ദേഹത്തെ ആദരിക്കാം. മാസ്റ്റർ ഓഫ് സൗണ്ട് ഡിസൈൻ, ആശാൻ എന്ന ചിത്രത്തിൽ നമ്മുടെ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന അതിന്റെ ഭാവം തന്നെ മാറ്റിയെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട M.R. രാധാകൃഷ്ണൻ ആണ്. സോ അല്ലേ, എനിക്ക് കണ്ടുപൊളിക്കാൻ പോയത്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി അത് കുറച്ചുകൂടെ ആഘോഷിക്കാൻ നമുക്ക് ഒന്നുകൂടെ സൂരജിനെ വിളിച്ച് അടുത്ത ഒരു പാട്ട് കൂടി ആവാം. അതിനു മുമ്പ് anything else you want to say, John? You're good? We're good? All right. Yes, of course, Suraj. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഒരു ടീമിനെയും കൂടെ എനിക്ക് തോന്നുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ബിക്കോസ് പ്രൊഡക്ഷൻ സൈഡ് മൊത്തം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ ആയി ഞങ്ങൾ അയച്ച ശ്രീകുട്ടനെയാണ്. അപ്പൊ ശ്രീകുട്ടൻ കൂടെ ഇത് ശ്രീകുട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളർ. ശ്രീകുട്ടൻ്റെ ആദ്യ സിനിമയായിരുന്നു ആശാൻ. ഒരുപാട് സിനിമകളിൽ അദ്ദേഹം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടും എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കൺട്രോളറായിട്ട് ഞങ്ങളുടെ സിനിമയിൽ അപ്പം മറ്റൊരു ഡെബ്യൂട്ടൻ. എത്ര പേരാ? അപ്പൊ വെരി വെൽ. ശ്രീകുട്ടൻ ആരെങ്കിലും പറയും. എന്റെ അനിയന്റെ പേരാ ശ്രീകുട്ടൻ. സന്തോഷം ഇതൊരു അവസരം ലഭിച്ചത് ജോണിനോടും സൂരജിനോടും എല്ലാവർക്കും നമുക്ക് അറിയാം. Thank you. We'll see you in the cinema. All right. Thank you so much, everybody. Suraj, നമുക്ക് വേണ്ടി Suraj is going to be back on stage with a lovely song. ഒരിക്കൽ കൂടെ ആശാന്റെ ഫുൾ ടീമിന് നല്ലൊരു കൈ കൊടുക്കാം. ഈ വരുന്ന ഫെബ്രുവരി 5 ആശാൻ തിയേറ്ററുകളിൽ എത്തും. തീർച്ചയായിട്ടും ഒരു തിയേറ്റർ വാച്ച് ആണ്. അവിടെ തന്നെ പോയി കാണണം. നമുക്ക് എന്താണ് എക്സാക്ട്ലി ഇതിന്റെ ക്രക്സ് മനസ്സിലായിട്ടില്ല, പക്ഷെ കുറച്ച് എന്തൊക്കെയോ മനസ്സിലായി. സിനിമയുടെ ഉള്ളിലെ സിനിമയാണെന്ന് കേട്ടു. And now we have yet another super hit song from another John Paul film sung by Suraj Santosh coming to life now. Joe and Anurag, welcome back. അമ്പിളി എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ പാട്ട് പാടട്ടെ. ഞാൻ ശരിക്കും ഈ അമ്പിളിയുടെയും ഗപ്പിയുടെയും ജേർണിയിൽ ഓക്കെ. All right, ladies and gentlemen, Suraj ഇപ്പം പോകണ്ട, സൂരജിന്റെ പാട്ടാണ്. പക്ഷേ ladies and gentlemen, ഗപ്പി സിനിമാസ് in association with Wayfarer Films അവതരിപ്പിക്കുന്ന ആശാൻ എന്ന സിനിമയുടെ ചീഫ് ഗസ്റ്റ് ആയി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മളേറെ പ്രിയങ്കരനായ പത്മഭൂഷൺ മമ്മൂട്ടി. വലിയ ഒരു മുഹൂർത്തം തന്നെയാണ് ആശാൻ എന്ന സിനിമയിലെ എല്ലാവർക്കും തന്നെ. നമ്മളുടെ സൂപ്പർ സ്റ്റാർ one only the big M Mammootty. പത്മഭൂഷൺ ജയിച്ചതിന്റെ നിറവിലാണ് മമ്മൂക്ക നമ്മുടെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത്. അവര് വലിയൊരു കൈയടി ഒന്നുകൂടെ നമുക്ക് കൊടുക്കാം for our dearest മമ്മൂക്ക. നന്നായി ഒന്ന് കൈയടിച്ചേ. A man who's making us proud, a living legend, a global face of Indian cinema. Welcome to Ashan's trailer launch. മമ്മൂക്ക, സ്വാഗതം. വളരെയധികം സന്തോഷമാണ് ജോൺ പോളിന്റെ മൂന്നാമത്തെ ചിത്രമായ ആശാന്റെ ഈ ഒരു ട്രെയിലർ ലോഞ്ച് നമുക്ക് എത്തിയത്. അടുത്തതായി സൂരജ്, can I welcome you back on stage? സൂരജ് നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാൻ പോവുകയായിരുന്നു. മഞ്ഞുതിരും വഴിയരികെ Thank you so much, Suraj. Very beautiful rendition. Thank you, Joe. Thank you, Anurag. Guppy Cinemas in association with Wayfarer Films ആണ് ആശാൻ എന്ന ഈ സിനിമ അവതരിപ്പിക്കുന്നത്. ആൻഡ് ഇതിന്റെ സംവിധായകനും നിർമ്മാതാവും സംഗീത സംവിധാനവും ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോൺ പോൾ ആണ്.
അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിക്കിലുള്ള ടേസ്റ്റും അതിലുള്ള ഒരു എക്സ്പീരിയൻസും എക്സ്പെർട്ടീസും ആണ് ഇപ്പൊ കപ്പിയിലെ പാട്ടായാലും ഇപ്പൊ കേട്ട അമ്രിയിലെ പാട്ടായാലും ഇനി നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആശാനിലെ പാട്ടായാലും അതിന്റെ ഒരു മികവുറ്റ് നിൽക്കുന്നത്. ആൻഡ് ദാറ്റ് ഐ തിങ്ക് ഹിസ് only kudos to him and his fantastic team. നല്ലൊരു കാര്യം. The song is ഇനി ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒരിക്കൽ കൂടെ ജോൺ പോളിനെ തിരിച്ചു വേദിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയ സൂരജ് ആൻഡ് അന്നം. Can I please welcome you back on stage? ഇന്ദ്രൻ ചേട്ടനും ഈ ഒരു അവസരത്തിൽ നമ്മുടെ കൂടെ ഈ വേദിയിൽ ഉണ്ടാവണം. ബിക്കോസ് വളരെ സ്പെഷ്യൽ ആയ ഒരു മൊമെന്റ് ആണ്. നമ്മുടെ ഈ സിനിമയിലെ നിർമ്മാതാവാണ് ജോൺ പോൾ, അന്നം ജോൺ പോൾ ആൻഡ് സൂരജ് ഫിലിപ്പ് ജേക്കബ്. ആശാൻ എന്ന കഥാപാത്രം കേന്ദ്ര കഥാപാത്രമായി എത്തുന്നു നമ്മളെ പ്രിയപ്പെട്ട ഇന്ദ്രൻ ചേട്ടൻ. ആൻഡ് ഈ ഒരു അവസരത്തിൽ നമ്മളുടെ ട്രെയിലർ ലോഞ്ചിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. പക്ഷേ ട്രെയിലർ ലോഞ്ചിലേക്ക് കടക്കുന്നതിന് മുമ്പ് വലിയൊരു സംഭവം നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യാനുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാനുണ്ട്, അല്ലേ ജോൺ? യു വാണ്ട് ടു സേ വാട്ട് ഇറ്റ് ഈസ്? മമ്മൂക്കനെ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഇന്നലെയാണ് മമ്മൂക്കനെ പോയി കണ്ട് ഇവിടെ വരാം എന്ന് മമ്മൂക്ക സമ്മതിക്കുന്നത്. താല്പര്യം, അതിലുള്ളൊരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതൊരു ചെറിയ ഇവൻ്റ് ആയിരുന്നു, ഇതോടുകൂടി അതൊരു വലിയ ഇവൻ്റായി മാറി എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ ഫെയർ ഫാമിലി, മമ്മൂക്ക എല്ലാം ഈ സിനിമയായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ജോമേട്ടൻ DQ ഷൂട്ടിലാണ്, വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഗപ്പി സിനിമാസിൻ്റെ ഈ ഒരു ചെറിയ സിനിമ സ്വീകരിക്കുകയും അതെല്ലാവരിലേക്ക് എത്തിക്കാനും മമ്മൂക്ക കാണിച്ച ആ ഒരു മനസ്സ് മമ്മൂക്ക നന്ദിയോടെ ഓർക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്ദ്രൻ ചേട്ടാ, നമ്മുടെ കൂടെ ഇന്ന് മമ്മൂക്ക എത്തിയിരിക്കുകയാണ്. മമ്മൂക്ക ഇന്ന് നമ്മുടെ രാജ്യം തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? തീർച്ചയായിട്ടും നമുക്കൊരു അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. എന്താണ് ഇന്ദ്രൻ ചേട്ടനും നമ്മുടെ മമ്മൂക്കനെ കുറിച്ച് ഇപ്പൊ പറയാൻ തോന്നുന്നത്? മമ്മൂക്ക ഞങ്ങൾ ഒരുപാട് പേരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നതാണ്. അതുപോലെ അഭിനയിക്കണം, അങ്ങനെ ആവണം എന്നൊക്കെ മോഹിപ്പിക്കാൻ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. വലിയ അഭിമാനം. അദ്ദേഹം നമുക്കൊക്കെ വാങ്ങിക്കുന്ന സമ്മാനങ്ങളും ലോകോത്തര നടന്മാരുടെ മുമ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ആശ. ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത് എപ്പോഴായിരുന്നു? ഏത് സിനിമയിലാണ് ഇന്ദ്രൻ ചേട്ടൻ? കുറേ ഉണ്ടല്ലേ പറഞ്ഞു തുടങ്ങിയ. അതെ, മമ്മൂക്കയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ 5 പതിറ്റാണ്ടായി, 400 പരം ചിത്രങ്ങളായി, നാഷണൽ അവാർഡ്സ്, സ്റ്റേറ്റ് അവാർഡ്സ്, ഇപ്പോഴത്തെ രാജ്യം തന്നെ പത്മഭൂഷൺ നൽകി ആദരിച്ച നമ്മളുടെ സ്വന്തം ഒരു മഹത്തായ ഒരു ലെജൻഡറി ലിവിംഗ് ആക്ടറാണ്, ലെജൻഡാണ്. മലയാള സിനിമയുടെ ഒരു മുഖമാണ്. മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യയിൽ എത്ര ഭാഷകൾ എക്സാംപിളറി ആയ റോൾ. ഇന്ദ്രൻ ചേട്ടൻ മമ്മൂക്കയുടെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേക്കട്ടെ. ഇപ്പോ അടൂർ സാറിന്റെ പദയാത്ര എന്ന് പറഞ്ഞ സിനിമയില് മമ്മൂക്കയോടൊപ്പം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, അതിലും അഭിനയിക്കുന്നു. ഇതൊന്നും പറയാത്തെ പറഞ്ഞു വരുന്നില്ല. എത്ര കഥാപാത്രങ്ങൾ അല്ലേ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഓരോ കാലഘട്ടത്തിലും അഭിനയിച്ചതിനെ കഴിഞ്ഞും കൂടുതൽ ഒരു പക്ഷേ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ടാവും മമ്മൂക്കയോടൊപ്പം. 109 സിനിമ കോസ്റ്റ്യൂമറായിരുന്നു. അപ്പം അതിലെന്തായാലും മമ്മൂക്ക കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ മമ്മൂക്ക എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ വീണ്ടും ഒരു തവണ രാജ്യം ആദരിക്കുകയാണ്. ആ ഒരു ആദരവ് നമുക്ക് ഈ വേദിയിൽ ഒന്ന് ഓണർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. മമ്മൂക്ക, if we could please welcome you on stage and we want to honor you with a small token of our love from Team Asha. ആശാന്റെ മക നമ്മുടെ പ്രിയപ്പെട്ട the one and only മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് നമ്മളൊരു ആദരവ് നൽകുകയാണ്. അദ്ദേഹത്തിന്റെ പത്മഭൂഷന് വേണ്ടിയുള്ള ഒരു ആദരവാണ്. തീർച്ചയായിട്ടും എത്രയോ കാലാകാലങ്ങളായി എത്രയോ അവാർഡ്സ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെ നേടിയെത്തുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇന്നും അന്നും അഭിനയത്തെ അത്രയധികം പാഷനോടുകൂടി സ്നേഹത്തോടുകൂടി
പ്രൊഫഷണലി കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ്. ഇന്ദ്രൻ ചേട്ടാ, നമുക്ക് ആദ്യം ഒരു പൊന്നാട അണിയിച്ച് നല്ലൊരു കൈഡിയാവാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഞങ്ങളുടെ ആശാന്റെ ഹാർട്ടിയസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരും കൂടെ ഒരുമിച്ച്, ഇന്ദ്രൻ ചേട്ടനും എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരു സ്നേഹ സമ്മാനമാണ്. For Padma-Bhushan Mammootty with so much pride and gratitude from Guppy Cinemas and Wayfarer Films. മമ്മൂക്കയുടെ കല നിരവധി കഥകൾക്കാണ് സോളും ജനറേഷൻസിന് ഒരു കാരണവും നൽകിയിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ കൂടെ മമ്മൂക്ക ഇവിടെ എത്താൻ കാരണം ആശാൻ എന്ന സിനിമയുടെ ആ ട്രെയിലർ ലോഞ്ച് ആണ്. നമുക്ക് ആ ചടങ്ങിലേക്ക് കടന്നാലോ? നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് ട്രെയിലർ ലോഞ്ച്. Can I have the clap? ഇതെല്ലാവർക്കും വളരെ ഫെമിലറായ ഒരു ക്ലാപ്പ് അടിച്ച് നമ്മൾ ട്രെയിലർ ലോഞ്ച് ചെയ്യായിരിക്കും മമ്മൂക്ക. ട്രെയിലറിന് ക്ലാപ്പ്. എല്ലാവരും റെഡിയാണോ? നല്ലൊരു കൈഡിയാവാം. ഗപ്പി സിനിമാസ് in association with Wayfarer Films presents Ashan. Woo! ആശാൻ. ഇന്ദ്രൻ ചേട്ടാ, എല്ലാവർക്കും കേക്ക് എടുക്കാം. മമ്മൂക്ക രണ്ട് വാക്ക് പ്ലീസ്. ട്രെയിലർ കണ്ട ശേഷം എന്താണ് മമ്മൂക്കയ്ക്ക് തോന്നുന്നത്? നമസ്കാരം. ഈ സിനിമയിലെ ഈ ട്രെയിലർ ലോഞ്ചിന് ഞാൻ വരാൻ എന്താണ് കാരണമെന്ന് ഞാൻ തന്നെ ആലോചിക്കാം. കാരണങ്ങൾ വേണമെങ്കിൽ എണ്ണിപ്പെറുക്കാം. വൈഫെയർ ഫിലിംസിൻ്റെയാണ്, നമ്മുടെ വീട്ടിലെ തന്നെ ഒരു കൂട്ടരാണ്. ഇതിൻ്റെ സംവിധായകൻ എനിക്ക് പരിചയമില്ല, വേറെ ആരെയും വലിയ പരിചയമൊന്നുമില്ല, നിർമ്മാതാക്കളെയും പരിചയമില്ല. വൈഫെയർ ഇതിനു മുമ്പ് വേറെ ഒരുപാട് പടം കൊടുത്തില്ല, അവിടെ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഈ പടത്തിന് വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ പടത്തിന് വിളിക്കാൻ വന്നപ്പോൾ എന്ത് ധൈര്യത്തിലാണ് വിളിക്കാൻ വന്നത് എനിക്ക് അറിഞ്ഞൂടെ. കാരണം ഞാൻ വേറെ എങ്ങും പോയിട്ടില്ലാത്തതുകൊണ്ടാണ്. എന്നെ പേടി ഞാൻ കടുവ പുലിയൊന്നുമല്ല. പുള്ളി വന്ന് ചുമ്മാ രസന എനിക്കൊരു കുഴപ്പമുണ്ട്, കഥ ചകഞ്ഞ് നോക്കുന്ന പരിപാടി. ഞാൻ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ചകഞ്ഞ് എൻ്റെ കുറേ കഥ ഇങ്ങനെ ഏകദേശം അവസാനം വരെ പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ പൂർണ്ണമായിട്ട് ഇവിടെ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവും. ഈ സിനിമയോടുള്ള സമീപനം, ഈ സിനിമ എഴുതിയിരിക്കുന്ന രീതി, അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം വലിയ യവന്മാരാരുമല്ല, എന്നാലും നല്ല അഭിനയം കഴിച്ചു വെച്ച്. ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സമാധാനമായത്. വന്നത് വെറുതെ ആയല്ലോ, അല്ലെങ്കിൽ ഞാൻ പറ്റുമോ. നല്ല ഗംഭീര ട്രെയിലറാണ്, നല്ല മ്യൂസിക് ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം ഞാനല്ലോ, ഇപ്പോൾ ഈ ഇന്ദ്രൻ സാറിനെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഇടം വരെ വരുമോ എന്നൊന്നും ചോദിച്ചോളൂ. ഞാൻ ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിങ് റോളുകളാണ് അദ്ദേഹത്തിൻ്റെ. അന്നത്തെ കാലം, ഇന്നത്തെ കാലത്തെ പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ഷെയിമായിക്കൊണ്ടിരിക്കുക. ഞാൻ ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്നപ്പെട്ടിരുന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആകുകയാണ്. എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളായി മാറുകയാണ്. ഞാൻ കുറേയേറെ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും. ആ പമ്പ് സെറ്റ് സിനിമ, എൻ്റെ പേര് പമ്പ് സെറ്റ്, പേര് ഓർമ്മയുണ്ടോ? എന്ത് പമ്പ് സെറ്റ്? എന്ത് പമ്പ് സെറ്റ്? പമ്പ് സെറ്റ് സിനിമ, ജലധാര പമ്പ് സെറ്റ്. അത് നിങ്ങൾ എത്ര പേര് കണ്ടോന്ന് എനിക്കറിഞ്ഞില്ല. നല്ല രസമുള്ള സിനിമയാണ്. പിന്നെ ഒരു സിനിമയുണ്ട്, പറയട്ടെ.
പറയട്ടെ, ഏതായിരിക്കും? ഷിനിക്കാൻ, കുട്ടന്റെ ഷിനിക്കാൻ. നിങ്ങളാരെയും കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. എന്നെ കളിയാള് കളിച്ചിരിക്കുന്നത് നിങ്ങളാരും വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരാളാണ് കാലനായിട്ട് അഭിനയിക്കുന്നത്. അത് സൂട്ടൊക്കെ ഇട്ട് സൂട്ട് കേസിൽ 2 ചെരുപ്പമായിട്ട് ഇറങ്ങും. വണ്ടർഫുൾ. അത് നല്ല സിനിമയുണ്ടോ. അതിനകത്ത് മറ്റേ ഇടുക്കി ജാഫറും കയറും കൂടെ ഞാനാ നീയെന്ന് പറഞ്ഞ് അത്രത്തോളം നല്ല പ്രകടനം കഴിച്ചിട്ടുണ്ട് ആൾക്കാർ. നമുക്ക് ഈ നടന്മാരുടെ കുറവ് കൊണ്ടല്ല, നടന്മാരോ ഗുണം മാത്രമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിലുണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമോ ഒക്കെ തന്നെയാണ് എല്ലാ സിനിമയും അങ്ങനെ വളരുന്നത്. ഈ സിനിമയ്ക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്ത ഒരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നത്. ഈ സിനിമയെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടെയാണ് എൻ്റെ വരവ്. സിനിമയെ പറ്റി ഒരുപാട് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റില്ല. സിനിമയും ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെ 3 സിനിമ. ഒരു സിനിമ, സിനിമയുടെ സിനിമ, പിന്നെ ഒരു സിനിമ. അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സാധാരണ പോലെ തോന്നുമായിരുന്നു. അതൊരു വലിയ ഒരു അത്ഭുത പരിപാടിയാണ്, വൻ പരിപാടിയാണ്. അപ്പോൾ ഇവരെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കഥ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പം വരില്ലെന്ന് ഞാൻ അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയെങ്കിലും ഇതോട് നമ്മൾ ചേർന്ന് നിൽക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് സിനിമ ഇത് കാണുന്ന പ്രേക്ഷകരും എന്നെ കേൾക്കുന്ന ആളുകളും ഈ സിനിമ ഉപേക്ഷിക്കരുത്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. നമുക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ സിനിമയിലെ കുറച്ച് മെയിൻ കഥാപാത്രങ്ങളുണ്ട്. അവരൊന്ന് സ്റ്റേജിൽ വിളിച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. Can I please welcome ശോഭി ചേട്ടാ, ജോമോൻ, ബിപിൻ. ഇനി anybody I'm missing? കനകം. ടെക്നീഷ്യൻസും വരാം നമ്മളുടെ ടെക്നീഷ്യൻസ് ക്രൂ. ബോബി കം. നമ്മുടെ കൂടെ പ്രവർത്തിച്ച സംഗീത, വിവേക്, വിമൽ, അജീഷാറ്റോ, വൈഷ്ണവ്, ശ്രീകുട്ടൻ, MR രാജകൃഷ്ണൻ. പിന്നെ എവിടെ ഈ സിനിമയുടെ കൂടെ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ മലയാള സിനിമയുടെ ആശാന്റെ കൂടെ. തൗഫീഖ്, VFX ടീം കം. കുറച്ച് പാട്ടൊക്കെ പമ്പ് ചെയ്ത് വെച്ചോ. നല്ലൊരു മൊമെന്റ് അല്ലേ, നമ്മുടെ മമ്മൂക്കയല്ലേ നമ്മുടെ കൂടെ. Ladies and gentlemen, Guppy Cinemas അവതരിപ്പിക്കുന്ന in association with Wayfarer Films ആശാൻ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ നമ്മുടെ പ്രിയപ്പെട്ട പത്മഭൂഷൺ മമ്മൂക്ക എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ടീമിന്റെ കൂടെ ഒരു ഫോട്ടോ ഓപ്പ് ആണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ മമ്മൂക്കയാണ്. ഈ സിനിമ ഉപേക്ഷിക്കരുത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സിനിമയാണ്. സിനിമ വിതിൻ എ സിനിമ വിതിൻ എ സിനിമ. ആശാൻ എന്ന ചിത്രത്തിൽ നിന്ന് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകൾ തന്നെയാണ്. ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഫെബ്രുവരി 5-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. മമ്മൂക്ക ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയും ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എക്കാലവും നമ്മളുടെ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായ മമ്മൂക്ക ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. Thank you so much, Mammuka, for being a part of the film. ഈ സിനിമയിൽ നിരവധി പുതിയ ആൾക്കാർ മുന്നിലേക്ക് എത്തുന്നുണ്ട്. DOP പുതിയ ആളാണ്, കോസ്റ്റ്യൂം ഡിസൈനർ പുതുതായി എത്തുന്നതാണ്, പ്രൊഡക്ഷൻ കൺട്രോളർ ആദ്യമായി ചെയ്ത സിനിമയാണ്. VFX team. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഇവിടെ എത്തി. ഇതുവരെ ഈ സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മമ്മൂക്ക എത്തി ഈ സിനിമയ്ക്ക് നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് തോന്നുന്നു ജോൺ? എന്ത് പറയണമെന്ന് അറിയത്തില്ല. നമുക്കൊരു പേടിയായിരുന്നു മീറ്റ് ചെയ്യാൻ പോയപ്പോ. മമ്മൂക്ക എടുക്കലും കഥ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു കഴിഞ്ഞ ഒരു സിനിമയുടെ കഥ വന്ന് പറയേണ്ടി വരുമെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ഞാൻ ചെറിയൊരു
കാര്യത്തിനായിട്ട് ചെന്നതാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മമ്മൂട്ടിയുടെ പ്രസൻസ് ഉണ്ട്, മമ്മൂക്ക ഉണ്ട്, ഈ സിനിമയുടെ ഭാഗമാണ്. ഞങ്ങൾ ഈ സിനിമയിലൂടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് മമ്മൂക്ക പറയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെന്നതാണ്. പക്ഷെ എന്നെ അവിടെ ഇരുത്തി ഈ ഷൂട്ട് കഴിഞ്ഞ സിനിമയുടെ മുഴുവൻ കഥയും മമ്മൂക്ക പറയിപ്പിച്ചു. അത് ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടാ സന്തോഷം. ആ സന്തോഷം അന്ന് തീർന്നു. ഇപ്പൊ അതിൽ താഴെയാണ് സത്യം പറഞ്ഞു. ഒന്ന് കാണാൻ പറ്റിയ എന്റെ സന്തോഷം തന്നെയായിരുന്നു. ഓക്കെ, താങ്ക് യു മമ്മൂക്ക. താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. Joe from Wayfarer Films, can I welcome Joe on stage? I don't know, they just told me അവർക്ക് സ്നേഹം പറയാനായിരുന്നു. They want to say thank you in person. Wayfarer Films. Okay. I mean, what a lovely moment, yeah. Guppy Cinemas-ന്റെ കൂടെ Wayfarer Films-ഉം ചേർന്ന് ഇതിന്റെ ആ ഒരു പ്ലാറ്റ്ഫോം തന്നെ വലുതാക്കി. ഇപ്പോൾ ഇത് ആശാൻ എന്ന ചിത്രം ഒരു ചെറിയ ചിത്രമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും മലയാളക്കരയ്ക്ക് അത് അങ്ങനെയല്ല. അത് ഞങ്ങൾ കാണുന്നത് ഒരു വലിയ ചിത്രം ആയി തന്നെയാണ്. ബിക്കോസ് ഇതിൽ മെയിൻ കഥാപാത്രമായി ആശാനായി എത്തുന്നത് നമ്മളുടെ ഇന്ദ്രൻ ചേട്ടനാണ്. ഇന്ദ്രൻ ചേട്ടാ, ആശാനെ കുറിച്ച് 2 വാക്ക്. ആശാൻ ഒന്നും പറയൂല. ആശാൻ ആ ഫോട്ടോയില്ലല്ലോ. ആശാനെ കൂടെ എടുക്കാവോ മമ്മൂക്ക? കനക ചേച്ചി അടുത്തുണ്ടല്ലോ. ചേച്ചി ഇപ്പുറത്തേക്ക് വാ, ഇല്ലേ കാണൂല. ബെസ്റ്റ്. വൈകി വന്ന വസന്തം. അർജുൻ വാ, 2 വാക്ക് പറഞ്ഞിട്ട് പോ ആശാനെ കുറിച്ച്. നമുക്ക് പോയിട്ട് മതിയോ? രോമാഞ്ചം ടീം തിരിച്ച് 2 വാക്ക് പറ ആശാനെ കുറിച്ച്. അല്ലെ, നമുക്ക് പോയിട്ട് മതിയല്ലേ? നമുക്ക് എപ്പോഴൊന്നും പോകില്ല, നമുക്ക് ഫോട്ടോ എടുത്ത് നിൽക്കുവാണ്. സോ ക്യൂട്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ മൊമെന്റ് അല്ലെ? മലയാളത്തിലെ, ഇന്ത്യയിലെ തന്നെ ലെജൻഡറി ആയ നമ്മളുടെ മമ്മൂക്ക മലയാള സിനിമയിൽ നിരവധി ന്യൂ കമ്മേഴ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം മമ്മൂക്ക എത്രയോ നാളായിട്ട് പുതിയ കുറെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലെജൻഡറി ആക്ടറാണ്. ആൻഡ് ടുഡേ ഹി കണ്ടിന്യൂസ് ഇൻ ദാറ്റ് സ്ട്രീം. ദ ഓൺലി ബിഗ് ക്വസ്റ്റ്യൻ ഇസ് എങ്ങനെയാണ് മമ്മൂക്ക എന്നും ഇത്രയും യൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്നത്? അതിന് മാത്രം ഒരു ഉത്തരവില്ല. സീക്രട്ട് ആണെങ്കിൽ മമ്മൂക്ക പറഞ്ഞു തരത്തില്ല. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. ചേച്ചി, ഈ സിനിമയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നോ? ഈ പോസ്റ്ററിൽ ഞാൻ ആദ്യം ചോദിച്ചത് ചേച്ചി എവിടെയായിരുന്നു? നിറഞ്ഞ സദസ്സിനും പോൾ സാറിനും പിന്നെ ഇന്നിവിടെ സ്വർഗത്തിൽ നിൽക്കുന്ന അനുഭൂതിയാണ്. കാരണം മമ്മൂക്കയെ നേരിട്ട് നമ്മുടെ ആശാൻ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഏറ്റവും അനുഗ്രഹീതമാണ്. ഞാനിപ്പോൾ ജയ ഹേ കഴിഞ്ഞിട്ട് ഒരു 18 മലയാളം സിനിമയും തമിഴ് കുടുംബസ്ഥനും ചെയ്തു. ഇറങ്ങിയ പടങ്ങളൊക്കെ ഹിറ്റാകുകയും ചെയ്തു. പക്ഷേ ഇതിലൊക്കെ ഉപരി ഇതിനകത്തെ എൻ്റെ ഒരു ക്യാരക്ടർ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. പോൾ സാറിന് അതിന് പ്രത്യേകമായ സ്നേഹാദരങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 5-ാം തീയതി നമ്മുടെ പടം പ്രസന്റ് ചെയ്യുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും ഒപ്പം സാന്നിധ്യവും ഉണ്ടാകണം. എല്ലാവരെയും അറിയിക്കണം. വൻ വിജയമാകാൻ വേണ്ടി ഈ കലാകാരിയും പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി ഫോർ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. എന്നെ പോയി എന്ത് തിരക്കായിരുന്നു ഈ സ്റ്റേജില്. ഞാൻ ഒറ്റയ്ക്ക് വീണ്ടും. ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ കഥ. അവസാനം അറ്റ് ലാസ്റ്റ്. ഹലോ, ഇത് രക്ഷിക്കാൻ ആരെങ്കിലും വേണ്ട. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഈ സിനിമ ഇവിടെ ഒരു ട്രെയിലർ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനൊരു പൾസ് ഒക്കെ കിട്ടും. ഈ സിനിമയിൽ യു കെൻ ടെൽ ദാറ്റ് കുറെ ആൾക്കാർ കുറെ അധികം പരിശ്രമിച്ചിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡ്സ് ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് തന്നെ ആയിരിക്കും ആശാൻ എന്ന ഈ ജോൺ പോൾ ജോർജ് ചിത്രം നമ്മുടെ മുന്നിൽ എത്തുന്നത്. അർജുനൻ ഓലെ രോമാഞ്ചം കഴിഞ്ഞ പ്രൊഡ്യൂസർ, സംവിധാനം, പ്രൊഡ്യൂസ് ആൻഡ് സംഗീതം ചെയ്യുന്ന സിനിമയാണ് ആശാൻ.
ഹലോ നമസ്കാരം. വലിയ കുറച്ച് വൈകി പോയി, കാരണം ചത്താപ്പച്ചയുടെ ഒരു പ്രൊമോഷൻ അപ്പൊ വളരെ ഹാപ്പിയാണ്. പിന്നെ ജോൺ ചേട്ടന്റെ പരിപാടി അറിയാലോ, പിന്നെ ജോമോനുണ്ട്, നമ്മുടെ പിന്നെ ഇന്ദ്രൻ ചേട്ടൻ, നത്ത്, ഇവരെല്ലാവരും കൂടി എന്നെ വിളിച്ചില്ല എന്നുള്ളൊരു സങ്കടം മാത്രം. ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു ഈ പരിപാടി അറിഞ്ഞു പോലും ഷൂട്ട് തുടങ്ങിയത്. ഞാൻ പറഞ്ഞു അടുത്ത പരിപാടിക്ക് എന്നെ എന്തായാലും വിളിക്കണം. പിന്നെ എസ്പെഷ്യലി ഈ പാട്ട് ചെയ്തത് ചേട്ടനാണെന്ന് അറിയില്ലായിരുന്നു എനിക്ക്. പിന്നീട് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആണോ അടിപൊളി. അപ്പോ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ ഞങ്ങൾ ഇടക്കിടക്ക് ജോർജ് വരെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കും, പാട്ട് പാടുന്നതും ചില്ലുകളൊക്കെ വളരെ ഭയങ്കര അടിപൊളി പാട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഇല്ല ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. ടാറ്റ. ഒന്നൊരു ട്രെയിലർ കാണാം നമുക്ക്. അർജുൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഒരു കാര്യം ഇനി നമുക്ക് ഈ സ്റ്റേജിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് ഞാൻ കുറച്ച് പേരെ ഒന്ന് സ്റ്റേജിലേക്ക് എനിക്ക് വിളിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. ജോൺ പോൾ, can I welcome you back on stage? നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആയ അനം ആൻഡ് സൂരജ്, can I welcome them as well? നമ്മുടെ തുടക്കത്തിൽ വന്ന 5 കഥാപാത്രങ്ങൾ, നമ്മുടെ ആശാനെയും അതുപോലെ തന്നെ അനന്തനെയും KRSനെയും അമ്പാടിയെയും പിന്നെ ഒരാൾ കൂടെ ഉണ്ട്. എല്ലാവരും വരാൻ പറയാം. തുടക്കം വന്ന 5 കഥാപാത്രങ്ങളെയും ഞാൻ വിളിക്കുന്നു. ആഷ്ലി, ബിബിനെയും മദൻ. നമ്മുടെ പോസ്റ്റർ റിലീസ് ചെയ്യാൻ പോവാണ്. ആദ്യം എടുത്തിരുന്ന ആ ലൈവ് പോസ്റ്റർ ഷൂട്ട് നമ്മൾ ചെയ്തില്ലേ, അതിന്റെ ലൈവ് ആയിട്ടുള്ള പോസ്റ്റർ റിലീസ് ആണ് നടക്കുന്നത്. വേറെ ആര് വേണം ജോണ്? ഹുവൻസ് അപ്പുണ്ണി ചേട്ടാ, ശശി, അവിടെ ആരൊക്കെ വരുമ്പോണ്ട് എല്ലാരും വിളിക്കട്ടെ. ഇസാൻ, വിമൽ, നവീൻ, കനകം ചേച്ചി, ഗീതി, സംഗീതയുടെ പെണ്ണമാണോ ഗീതി? ഓക്കെ. ഗീത, നീതു, മിതു, ഇന്നാരെങ്കിലും കിട്ടി സൺസെറ്റ്. ഇസാനെ വിളിച്ചു. ഓക്കെ, നമ്മുടെ പോസ്റ്റർ റിലീസ് ചെയ്യാൻ പോവാണ്. പക്ഷെ അർജുനല്ലേ നമ്മളിവിടെ? പോയ അർജുൻ. ഞാൻ വിളിച്ചു അർജുൻ പോയെന്ന്. ഞങ്ങൾ വിടൂല. അഭിനയിച്ചവർ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? സ്റ്റേജിലല്ല, സ്റ്റേജിന്റെ ഓപ്പോസിറ്റ് ആ കൊച്ചു ഡാനി, കുഞ്ഞന്ന, അവളുണ്ടല്ലോ. കുഞ്ഞന്ന ഇല്ലേ ഇതില്? കുഞ്ഞന്ന. പിന്നെ anybody else? റോബി, ജിനു, എന്റെ കോ-ഹോസ്റ്റ് ആയ ജിനു, സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ. പെരുമൽ. ഭൂമിയുടെ താഴെ നമുക്ക് ഓരോ സാധനങ്ങളും വരുന്നു. ഓക്കെ, എല്ലാവരും ഒന്ന് കറക്റ്റ് ആയിട്ട് സ്റ്റേജിൽ നിന്ന് എല്ലാവരും ഒരു സൈഡ് ആയി പോയി. എല്ലാവരും കുറച്ച് ഇങ്ങോട്ട് നിന്ന് എല്ലാവരും അടുത്ത് വരൂ. ലൈൻ കുറച്ച് ഇങ്ങോട്ട്. ഓക്കെ, ഇനി നമ്മുടെ പോസ്റ്റർ റിലീസ് ആണ്. അത് ബാക്ക് സ്റ്റേജിലായിരിക്കും വരിക, സ്ക്രീനിലായിരിക്കും വരിക. അപ്പൊ നമ്മൾ സൈഡിലേക്ക് മാറണം. പക്ഷെ അർജുൻ അത് അനൗൺസ് ചെയ്യും. അർജുനൻ, പോസ്റ്റർ റിലീസിന് അങ്ങനെ ചടങ്ങൊന്നുമില്ല, സ്ക്രീനിലായിരിക്കും വരിക. ഇവർ ആദ്യമായിട്ട് എന്താ ചെയ്തെന്ന് അറിയാമോ? ഈ ഷോന്റെ തുടക്കം ക്യാരക്ടർ ആയിട്ട് വന്നു, എന്നിട്ട് ഇവിടെ തന്നെ ഫോട്ടോ എടുത്തു. അതിന്റെ റിലീസാണ് ഇപ്പൊ തന്നെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊന്ന് പോസ്റ്റർ റിലീസ് ചെയ്താൽ ചെയ്യുന്നു എന്ന് നീ പറഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്യാം. ജസ്റ്റ് ഒരു എന്താണ് ഇത്ര ദിവസം കൊള്ളാവുന്ന കാര്യം. 5 days to go. അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാ പ്രാർത്ഥനകളും ഫുൾ ടീമിന് ഒരു അടിപൊളി കലക്കൻ പടമാവട്ടെ. ഫസ്റ്റ് ഡേ കാണാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ട്രെയിലർ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. അപ്പോ പോസ്റ്റർ റിലീസ് ചെയ്തതായിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. നന്നായി ഒന്ന് കൈയടിച്ചേ. 5 days to go. Copy Cinema Association with Big Fan Films presents to you Ashan, a film by John Paul George. അപ്പൊ ഇനി എല്ലാവർക്കും കൂടെ തകർക്കാം. സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ കാണാം. ഇപ്പൊ അർജുൻ ഇപ്പൊ ഒരു സൂപ്പർ ഹിറ്റ് അടിച്ചതിന്റെ ഒരു സന്തോഷത്തിലാണ്. നിനക്ക് അത് കൺവേർട്ട് ചെയ്തത് ഭയങ്കര താങ്ക്സ്. വേറൊരു തിരക്കിലായിരുന്നു, ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഒക്കെ ഓട്ടത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട്
അപ്പോൾ താങ്ക് യു സോ മച്ച് അച്ഛൻ. താങ്ക് യു. ആ ഒരു ഹിറ്റിന്റെ ലക്ക് നീ കൂടെ പാസ് ചെയ്യാം. മിനി ചേച്ചി വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് വന്നതിന്. ഞാൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ തന്നെ എത്തി. മിനി ചേച്ചി ഈ സിനിമയിൽ ഒരു പാട്ട് ഞങ്ങൾ പാടിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇവിടെ വന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചും ഈ സിനിമയുടെ ഭാഗമായും പിന്നെ പ്രധാനമായിട്ടും മീഡിയക്കാര് ക്യാപ്ചർ ചെയ്യാനെത്തിയ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടുകൂടി ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അർജുനെ, ഇതിന്റെ പ്രൊമോഷൻ ഞാൻ കുറെ കണ്ടു ടി വി. ഓരോ കോളേജിൽ പോകുന്നു, ഇന്ദ്രൻ ചേട്ടൻ അവിടെ ഒരു ഡാൻസ് ചെയ്തു. അർജുന ഇങ്ങോട്ട് വന്നേ ബാബാ. ആ ഡാൻസ് ചെയ്യാതെ ഞങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ഇവിടെ കഴിയൂല. ജോമനോടെ അഖിലെ, മൃദുലെ, ജിതിനെ. ഓക്കെ, അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആശാൻ coming to theaters near you on the 5th of February. Thank you so much. Are you guys ready to celebrate? Let's do this. പാട്ടിടുവാനേ ചേട്ടാ കളിക്കോ. Let's go. അർജുനെ പഠിപ്പിച്ചോളൂ. സമ്മതിക്കില്ല. Let's go. February. Thank you everybody. Good night. God bless. Thank you Arjun. Lots of love.